പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ്. ഉസ്താദ്, എന്റെ സഹോദരി സിസേറിയനിലൂടെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ആഫിയത്തുള്ള ദീർഘായുസ്സിന് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ, ആഫിയത്തും സിഹത്തും ഒക്കെ അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ദീനും കുടുംബത്തിനും ഉപകരിക്കുന്ന അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ആളാകട്ടെ അല്ലാഹു തആല. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അസ്സലാമു അലൈക്കും. ഉസ്താദെ, അഖീഖത്ത് അറുക്കാനുള്ള നിബന്ധന എന്തൊക്കെയാണ്? അഖീഖത്ത് അറുക്കാൻ നിബന്ധന പറഞ്ഞാല് അഖീഖത്ത് അറുക്കല് അതിന്റെ മൃഗത്തിന്റെ കാര്യമായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിച്ചാണ് തോന്നുന്നത്. അഖീഖത്തിന്റെ മൃഗത്തെ ഉലഹയത്തിന്റെ അതേ നിബന്ധന തന്നെയാണ്. ഉലഹയത്ത് അറുക്കാൻ എന്തിനൊക്കെയാണ് ഉലഹയത്ത് ഇറക്കാൻ പറ്റുക? ഉലഹയത്ത് ഇറക്കാൻ പറ്റുക ആടുമാട് ഒട്ടങ്ങളെ മാത്രമേ ഉലഹത്തിറക്കാൻ പറ്റുള്ളൂ. അർത്ത് ഭക്ഷിക്കാൻ പറ്റുന്ന എല്ലാ ജീവനും ഉലഹത്തിറക്കാൻ പറ്റൂല്ലോ. ഇപ്പൊ കുതിരനെ അർത്ത് ഭക്ഷിക്കാം അല്ലെ? കുതിരമാംസം കഴിക്കാൻ ഞാൻ നാളെ പറഞ്ഞല്ലോ അല്ലേ? കുതിരന്റെ പാല് കുടിക്കുക, കുതിരനെ അർത്ത് തിന്ന. മധ്യേഷ്യൻ രാജ്യങ്ങളിലൊക്കെ കാര്യമായ ഭക്ഷണമാണ് കുതിര ഇറച്ചി. അല്ല, അതുകൊണ്ടല്ല, അത് നമ്മുടെ കിതാബുകളിലൊക്കെ ഉണ്ട്. പക്ഷെ അതേ സമയത്ത് അത് ഉലഹത്തിന് പറ്റണമല്ല. ഉലഹത്ത് അഖീഖത്ത് പോലാത്തതൊക്കെ എന്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹജ്ജിന്റെയും എന്നോടൊക്കെ അനുബന്ധിച്ച തിഥികൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആടുമാടോട്ടങ്ങളെ പറ്റുള്ളൂ. അതായത് ഒട്ടകം, പിന്നെ അതുപോലെ തന്നെ പശു, മൂരി, പോത്ത്, എരുമ പോലെയുള്ളത്, അതുപോലെ തന്നെ ആട്, ഇതേ പറ്റുള്ളൂ. അപ്പൊ അഖീഖത്ത് ഇറക്കണമെങ്കിൽ അതേ പറ്റുള്ളൂ. അപ്പൊ ആടിനിറക്കാൻ 2 വയസ്സ് പൂർത്തിയായ ആടായിരിക്കണം. 2 വയസ്സ് കോലാടാണെങ്കിൽ. നെയ്യാടുണ്ടെങ്കിൽ 1 വയസ്സ് പൂർത്തിയായാൽ മതി. പിന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ പശു മൂലം കഴിയുമ്പോൾ 2 വയസ്സ് പൂർത്തിയായിട്ട് 3ാമത്തെ വയസ്സിൽ പ്രവേശിക്കണം. അപ്പൊ അതാണ്. പിന്നെ പിന്നെ അതിന് അയ്ബുകൾ, അതിന്റെ വില കുറയുന്ന രീതിയിലുള്ള, അതിന്റെ ഭംഗി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള അയ്ബുകൾ ഉണ്ടാവാൻ പാടില്ല. വില കുറഞ്ഞ സൈസ് ഉണ്ടല്ലോ, അങ്ങനത്തെ അയ്ബുകളൊക്കെ ആ അയ്ബുള്ള ഉണ്ടാകുമ്പോ അതിന് വില കുറയും. അതല്ല ഇങ്ങനെ കാണുമ്പോൾ അതിന്റെ ഭംഗി, അതിന്റെ പ്രൗഢിയൊക്കെ നഷ്ടപ്പെടും. അങ്ങനെയുള്ള അയ്ബുകൾ മുടന്തുണ്ടാവുക, ചൊറി പിടിക്കുക, പിന്നെ ഒരു ജയിലിന്റെ കുറച്ച് മുറിഞ്ഞു പോയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള അയ്ബുകൾ ഉള്ളതൊന്നും ആവരുത്. അതൊക്കെ തന്നെയുള്ളത്. പിന്നെ ആ കുട്ടിക്ക് ആരാണോ ആ പ്രസവിക്കപ്പെട്ട കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിക്ക് ചെലവ് കൊടുക്കൽ ആരുടെ മേലാണോ നിർബന്ധമുള്ളത്, ആ ആൾക്ക് സുന്നത്താണ് അവന് അഖീഖത്ത് അറുക്കല്. കുട്ടിയുടെ പിതാവ് അല്ലെ, പിതാവിന്റെയും പിതാവിന്റെ പിതാവ്, അങ്ങനെ ആ കുട്ടിക്കാരാണോ ചെലവ് കൊടുക്കാൻ നിർബന്ധമുള്ളത്, ആ ആൾക്ക് സുന്നത്താണ് ആ കുട്ടിയുടെ പേരിൽ ഒരു അഖീഖത്ത് അറുക്കൽ, ഈ പറയപ്പെട്ട മൃഗത്തെ. പിന്നെ അബുദാബി ലൈവ് ഇല്ലാന്ന് കേട്ടു. അബുദാബി ലൈവ് ഇല്ലാന്ന് കേട്ടു. സംസാരിൽ അബുദാബി മക്കത്താണുള്ളത്. അപ്പോ മറ്റുള്ള ആരെങ്കിലും വേറെന്തെങ്കിലും അതിന് പകരം ക്ലാസ്സൊക്കെ നടക്കാറുണ്ട്. അവരാരും ഉണ്ടോ ലൈവ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അറിയിക്കണം എന്നുകൂടി അറിയിക്കുന്നു. അബുദാബി ലൈവിന്റെ ആളുകളായിട്ടുണ്ടെങ്കിൽ അറിയിക്കണം. ഉണ്ടെങ്കിൽ നമുക്ക് മൈക്ക് വിട്ടുവരാം, പ്രശ്നമുള്ള കാര്യമില്ല. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. മക്ക ഹറമിൽ പ്രവേശിക്കുമ്പോൾ 2 റക്അത്ത് സുന്നത്തുണ്ടോ? ഹറമിൽ പ്രവേശിക്കുമ്പോൾ സുന്നത്ത് മസ്ജിദുൽ ഹറാമിന്റെ തഹിയ്യത്ത് തവാഫാണ്. അപ്പൊ ഹറമിൽ ഒരാൾ പ്രവേശിച്ചാല് സാധിക്കുമെങ്കിൽ തവാഫ് ചെയ്യുകയാണ് വേണ്ടത്. 7 വണ്ടി വിട്ടുണ്ടായ തവാഫായിട്ട് പരിഗണിക്കപ്പെടുള്ളൂ. ആ തവാഫിന്റെ ശേഷം മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുന്ന സുന്നത്തുണ്ട്. അയ്യത് തവാഫിന് ശേഷം തന്നെ തവാഫ് പൂർത്തിയായി കഴിഞ്ഞാൽ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക സുന്നത്താ. അപ്പൊ ഹറമിൽ പ്രവേശിച്ച ഒരാൾക്ക് തവാഫ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തവാഫ് ചെയ്യാണ് വേണ്ടത്. തവാഫിന് സാധിച്ചില്ല നോക്കുക, എന്നാൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക സുന്നത്താണ്. തവാഫിന് സാധിച്ചിട്ടില്ല എങ്കിൽ. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. കുട്ടിയുടെ സുന്നത്ത് ചെയ്യൽ എപ്പോഴാണുള്ളത്? ഉള്ളത് പറഞ്ഞാല് എപ്പോഴാണ് വേണ്ടതെന്ന് നിൽക്കാനല്ലേ? സുന്നത്ത് ഗ്രഹിക്കല്
7ന്റെ അന്ന് 7ന്റെ മുമ്പ് കഴിക്കൽ കറാഹത്താണ് കൂടി ഉണ്ട്. 7ന്റെ മുമ്പ് സുന്നത്ത് കഴിക്കല്. ചില കുട്ടികളുണ്ടാകും അല്ലേ, പെറ്റയ്ക്ക് തന്നെ പ്രസവിച്ച ഉടനെ തന്നെ ആസ്പത്രിയിൽ വിടുന്നതിന്റെ അവന്റെ മുമ്പായിട്ട് സുന്നത്ത് കഴിക്കാനുള്ളതുണ്ടല്ലോ, ഉണ്ട് കറാഹത്ത. 7ന്റെ അന്ന് സുന്നത്ത്, 7ന്റെ മുമ്പ് കറാഹത്ത. ഇനി 7ന്റെ ശേഷമുള്ള സമയത്ത് അതിനോട് വിരോധമൊന്നുമില്ല. 7നോ 7നോ 14നോ 24നോ 21നോ അങ്ങനെ ഇങ്ങനെ എപ്പോഴാണ് ശരി. അത് പിന്നെ മലപ്പുറം സലാത്ത് ഹിന്ദി ഐക്യവേദി സമ്മേളനം നടക്കുന്നു. പടച്ചറബേ, സലാത്ത് നഗറിലോ ഹിന്ദു ഐക്യവേദി സമ്മേളനം നടക്കുന്നു എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട് നമുക്ക്. നിങ്ങളായിട്ട് പറഞ്ഞ വിഷയം സലാത്ത് നഗറിൽ ഹിന്ദു ഐക്യവേദി സമ്മേളനം നടക്കുന്നു. പടച്ചവനെ അറിഞ്ഞ ചിലർക്ക് അറിഞ്ഞിരുന്നില്ലേ? അല്ലാ, പേപ്പർ കണ്ടിരുന്നു. പടച്ചോനെ, എന്താണിപ്പോ ഇതിലെ, എന്താണിപ്പോ സംഭവം, എവിടെ എത്തി നോക്കണപ്പോ. എന്താ റഹ്മാനായ റബ്ബത്. അല്ലാ, അപ്പോ എന്താ പറഞ്ഞത്? അസ്സലാമു അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ഭാര്യക്ക് കുറെ കാലമായി വയറിൽ പൊണ്ണുണ്ട്. കുറെ മരുന്ന് കുടിച്ചു, മാറുന്നില്ല. ദുആ ചെയ്യണം. എന്റെ ജോലിയിൽ ബർക്കത്തിനും ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹലായ ഫضل കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും നിങ്ങളുടെ ഭാര്യക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജോലിയിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. ഒരു മരുന്ന് നിർദ്ദേശിക്കുമോ? ഞാൻ പഠിച്ചോനെ, മരുന്നുകൾ എന്താണ്, ഞാൻ ഇതിൽ ഇന്ന് മാത്രമേ ഉണ്ടാകൂ. ചില സ്ത്രീകൾ അത് നേരത്തുണ്ടായിരുന്നില്ലേ, എന്താണ്, കുറെ മരുന്ന് കുടിച്ചു. അത് ശരി, അതിന്റെ ബാക്കിയാണല്ലേ. എനിക്കറിയില്ലട്ടോ, എനിക്ക് ഒന്നിനും അറിയില്ല. ഇനി വയറ്റിൽ പൊന്നിനും വെച്ചോന്ന് പറഞ്ഞ് തലവേദനക്ക് പോലുള്ള മരുന്ന് എനിക്കറിയില്ല. അത് സമദ് ഫൈസിന്റെ ക്ലാസ് ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് മൂപ്പർക്ക് കുറെ അറിയാം. അത് പിന്നെ പച്ചമരുന്നും യൂനാനി മരുന്നും പിന്നെ അസ്മാവും ഒക്കെ എല്ലാ വിഷയം അറിയുന്ന ആളാണ് സമദ് ഫൈസി. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ സമയത്ത് നിങ്ങൾ ചോദിച്ചാല് അദ്ദേഹം പറഞ്ഞത് ഇൻഷാ അല്ലാഹ്. എനിക്കതിനെ കുറിച്ച് അറിയില്ല. ചില സ്ത്രീകൾ ആർത്തവം നിന്നാലും 9, 6 ഇങ്ങനെ ദിവസം കണക്കാക്കി കുളി പിന്തിക്കുന്നു എന്ന് കേട്ടു. ഇതിന്റെ വിധി എന്താണ് ഉസ്താദെ? അങ്ങനെയല്ല, ഒരു സ്ത്രീയുടെ രക്തം വരവ് പൂർണ്ണമായി നിന്നു, എന്നാൽ പിന്നെ അവർക്ക് കുളിച്ച് ആ സമയത്തുള്ള നിസ്കരിക്കുക നിർബന്ധമാണ്. രക്തം വരവ് പൂർണ്ണമായി നിൽക്കുക എന്ന് പറഞ്ഞാല് പല പ്രാവശ്യം നമ്മൾ പറയാറുണ്ടത്, പിന്നെ അവളുടെ യോനിയിൽ ഒരു വെളുത്ത പഞ്ഞി വെച്ചു നിൽക്കുക. ഒരു വെള്ള പഞ്ഞി അവളുടെ യോനിയിൽ വെച്ചു. എന്നിട്ട് ആ പഞ്ഞി എടുത്തു നോക്കുമ്പോ രക്തത്തിന്റെ കറം അതിൽ ഉണ്ടാവുകയില്ല. ആ രീതിയിൽ രക്തം വരവ് പാടെ നിന്നിരിക്കുന്നു. അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് കുളിച്ച് നിസ്കരിക്കാൻ നിർബന്ധമാണ്. അപ്പൊ ലുഹറിന്റെ സമയത്താണ് അവളുടെ രക്തം വരവ് നിന്നത്. എന്നാൽ പിന്നെ ലുഹർ നിസ്കരിക്കാൻ നിർബന്ധമാണ്. അസറിന്റെ സമയത്ത് കണ്ടത്, എന്നാൽ അസർ മാത്രം നിസ്കരിച്ചാൽ പോരാ, ലുഹറും അസറും നിസ്കരിക്കണം. അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞാണ്. അതുപോലെ തന്നെ ഇഷാന്റെ സമയത്താണ് അവളുടെ രക്തം വരവ് നിന്നത്. അപ്പോൾ കുളിച്ച് ഇഷ മാത്രം നിസ്കരിച്ചാൽ പോരാ, പിന്നെ എന്ത് വേണം? ഇഷയോട് കൂടി ജമാഅത്ത് നിസ്കാരമാണ് മഗ്രിബ്. അതുകൊണ്ട് ആ മഗ്രിബും കൂടി നിസ്കരിക്കണം. അങ്ങനെ ആ ജമാഅത്ത് നിസ്കാരമാകുമ്പോൾ അതും അതിന്റെ മുമ്പുള്ള നിസ്കാരവും അവൾ നിസ്കരിക്കണം. അപ്പൊ അതാണ് സംഭവം ഉള്ളത്. 6 9 അങ്ങനത്തെ കണക്കല്ലുള്ളത്. അവളുടെ രക്തം വരവ് പാടെ നിന്നു, എന്നാൽ കുളിക്കൽ നിർബന്ധമാണ്. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസർ നിസ്കാരത്തിന്റെ ശേഷം പള്ളിയിൽ കയറിയാൽ സുന്നത്ത് നിസ്കരിക്കുന്നതിന്റെ വിധി, അതൊക്കെ നിസ്കരിക്കാം. കാരണം മുന്തിയ ഏത് നിസ്കാരവും നിസ്കരിക്കാന്ന തഹരീമിന്റെ കറാത്താണ് അസറിന്റെ ശേഷം മഗ്രിബ് വരെ.
അതുപോലെ തന്നെ സുബഹിന്റെ ശേഷം വെയിലുദിക്കുന്നതൊക്കെ നിസ്കരിക്കൽ കറാഹത്താണ്. ഹറാമിന്റെ കുറ്റമുള്ള കറാഹത്താണ്, തഹരീമിന്റെ കറാഹത്താണ്. പക്ഷെ അത് ഏതിനാണത്? അത് പിന്നെ അതിലിത് പെടൂല. കാരണം ആ നിസ്കാരം നിസ്കരിക്കാനുള്ള കാരണം ആ നിസ്കാരത്തിന്റെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ നിസ്കാരം കറാഹത്താവില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ തഹയ്യത്ത് നിസ്കാരം അല്ലേ, പള്ളിയിൽ തഹയ്യത്ത് നിസ്കാരത്തിന്റെ കാരണം എന്താണ്? അത് പള്ളിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് അതിന്റെ കാരണം. അത് എപ്പോൾ ആ കാരണം എപ്പോൾ സംഭവിച്ചിട്ടുണ്ട്? നിസ്കരിക്കുന്നതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പള്ളിയിൽ പ്രവേശിക്കുക എന്നുള്ള കാരണം ആ നിസ്കാരത്തിന് വേണ്ടി തെക്കുവരാൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ നിസ്കാരം ഈ സമയത്തൊന്നും പിന്നെ കറാഹത്തല്ല. അതുപോലെ തന്നെ പറഞ്ഞു ഇപ്പൊ അസറിന്റെ മുമ്പത്തെ സുന്നത്ത് ഒരാൾ നിസ്കരിച്ചിട്ടില്ല നിൽക്കുക, അസറിന് മുമ്പ് നിസ്കരിച്ചു, അസറിന് ശേഷം നിസ്കരിക്കാം. എന്താ കാരണം? ആ സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കുന്നതിന്റെ മുമ്പ് തന്നെ അതിന്റെ കാരണം ഉണ്ടായിട്ടുള്ളോ? എന്താ കാരണം? അസറിന്റെ വഖ്ത് കടക്കുക എന്നുള്ളതാണ് അതിന്റെ കാരണം. അതുണ്ടായിട്ടുണ്ട്. അതേസമയത്ത് യാത്രന്റെ സുന്നത്ത് നിസ്കാരം കണ്ടില്ല, യാത്രന്റെ സുന്നത്ത് നിസ്കാരം, ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരം, ഇതൊക്കെ ആ മുമ്പുണ്ടായിട്ടില്ല. യാത്രന്റെ സുന്നത്തിന്റെ കാരണം എന്താണ്? യാത്ര ചെയ്യുവാനുള്ളതാണ് കാരണം. അതെപ്പോഴാണ്? ഈ നിസ്കാരത്തിന് ശേഷമാണല്ലോ യാത്ര ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇഹ്റാമിന്റെ സുന്നത്ത് എന്താണത്? പിന്നെ ഇഹ്റാം ചെയ്യുക എന്നതാണ് കാരണം. ആ ഇഹ്റാം ചെയ്യുക അതെപ്പോഴാണ്? ഈ നിസ്കാരത്തിന് ശേഷമല്ലേ ഇഹ്റാം ചെയ്യുക. അപ്പോ അതിന്റെ കാരണം വരാനിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള നിസ്കാരങ്ങൾ ഈ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. അതേസമയത്ത് കാരണം മുൻപതാണ്. എന്നാൽ ഈ കറാഹത്തായ സമയത്തൊക്കെ നിസ്കരിക്കൽ കറാഹത്തല്ല, നിസ്കരിക്കാവുന്നതാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്റെ ഉസ്താദെ, എന്റെ ഭാര്യക്ക് മോൾക്ക് പാൽ കൊടുക്കാൻ കഴിയുന്നില്ല, കുറച്ച് വിഷമത്തിലാണ്, ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുക്കട്ടെ. കുട്ടിക്ക് മുല കൊടുക്കാനൊക്കെ പറ്റുന്ന അവസ്ഥ അല്ലാഹു തആല നൽകട്ടെ. അല്ലാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. നല്ല ഡോക്ടർ സമീപിച്ചാൽ ഡോക്ടർ അങ്ങനെ സാധാരണയാണ് കുട്ടികൾക്ക് ഈ മുല കൊടുക്കാൻ പറ്റാത്ത മുല കൊടുക്കുമ്പോഴത്തേക്കും കുട്ടികൾ വേദന ഉണ്ടാവുക, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും അല്ലേ? ചില കുട്ടികള് അതതിന്റെ ഇടയിൽ കൂടെ രസം ആവട്ടെ അല്ലേ? ചില കുട്ടികൾക്കൂടെ ഒരു ചെറിയ പല്ലൊക്കെ വരണ, അതുകൊണ്ട് നിൽക്കലില്ലേ, ആ തള്ളാരാണ് ഇങ്ങനെ പറഞ്ഞാണ് അല്ലെ, ഇങ്ങനെ വീളിരുന്നാണ് ചക്ക ഇങ്ങനെ കുടിക്കണതിന്റെ ഇടയിൽ ഒരു നിൽക്കലുണ്ട്. അപ്പോ ഏതായാലും ശരി, പൂർണ്ണ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ നൽകട്ടെ. നല്ലൊരു ഡോക്ടറെ, ഭാര്യക്കാണ് പ്രശ്നം, വേദന, അതിനുള്ള വിഷയമല്ല അത്. പിന്നെ അതിനൊക്കെ മരുന്നുണ്ടാവും. ഇപ്പൊ അതിനൊക്കെ മരുന്നൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഡോക്ടറോട് ആ വിവരം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. പിന്നെ കുട്ടികളുടെ അങ്ങനത്തെ രസം തന്നെ അല്ലേ? കുട്ടികളുടെ പല രസങ്ങളിൽപ്പെട്ട രസമാണ് ഇപ്പൊ അതൊക്കെ. മുല കൊടുക്കുന്ന സമയത്ത് പിന്നെ കടിക്കുക, ചില കുട്ടികളെ കടിച്ചിട്ട് ഉമ്മ അതിന്റെ ചേർന്ന സമയത്താണ് കുട്ടി ഇങ്ങനെ ചിരിക്കുന്നതാണ്. അവനക്ക് തന്നെ കല്യാറിയായി, ഞാൻ ചെയ്യുന്ന പണി അത്ര നല്ല പണിയൊന്നുമില്ല എന്നുള്ള അവനക്ക് തന്നെ അറിയായി. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉസ്താദെ, ഭാര്യയുടെ അനുജതിക്ക് കുറച്ചു നാളായി മാനസികമായ ചെറിയ പ്രശ്നമുണ്ട്. വിവാഹപ്രായം എത്തി നിൽക്കുകയാണ്. മാതാപിതാക്കൾ വിഷമത്തിലാണ്. കല്യാണം ശരിയാവാനും സ്വാലിഹായ ഭർത്താവിന് കിട്ടുവാനും ഉസ്താദ് ക്ലാസ് റൂമിൽ ദുആ ചെയ്യണം. ക്ലാസ് റൂം കല്യാണം ശരിയാവാനും സ്വാലിഹായ ഭർത്താവിന് കിട്ടാനും ഉസ്താദ് ക്ലാസ് റൂമിൽ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് മാനസികമായും ശാരീരികമായും ഒക്കെ സുഖം നൽകട്ടെ. ഇപ്പൊ ആ കുട്ടിക്ക് ഇപ്പോഴുള്ള അസുഖങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. നല്ല സിഹത്തും ആഫിയത്തും തന്റെ ഇടവും ബുദ്ധിയും വിവേകവും കാര്യപ്രാപ്തിയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് നൽകട്ടെ. എന്നിട്ട് അവൾക്ക് നല്ലൊരു പുതിയാപ്പളിനെ കുറച്ചും കൊടുക്കുകയും ചെയ്യട്ടെ. അവളെ സ്നേഹിക്കുന്ന ദീനിയായ നല്ലൊരു വരനെ അല്ലാഹു അവൾക്ക് നൽകട്ടെ. അതുമൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന് സമാധാനവും സന്തോഷവും നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്.
ബാപ്പ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നിവ നിർവഹിക്കാറില്ലായിരുന്നു. ഇപ്പോൾ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ഹജ്ജൊക്കെ ചെയ്യാതൊന്നും ഇതൊന്നുമില്ല. മരിച്ചുപോയ വാപ്പ നിസ്കരിച്ചിരുന്നില്ല, നിസ്കരിക്കാത്തതിന് ഇപ്പൊ ഞങ്ങളൊന്നും ചെയ്യാൻ നിർത്തില്ല. വാപ്പാക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹു തആലയോട് ദുആ ചെയ്യാം. ഒരാൾ നിസ്കാരം ഖളാക്കി നിൽക്കുക, എന്നാൽ വേറെ ആൾക്ക് ഖളാ കിട്ടാൻ പറ്റുകയില്ല എന്നാണ്. എന്നാൽ നമ്മുടെ ചില ആളുകളൊക്കെ, മഹാന്മാരായ ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്തിരുന്നു കണ്ടു. പക്ഷെ മൊത്തത്തിൽ അങ്ങനെയാണ് പറയാ, നിസ്കാരം ഖളാ ആയിട്ടുണ്ടെങ്കിൽ അത് വേറെ ആൾ ഖളാ വീട്ടിയാൽ ശരിയാവുകയില്ല. പിന്നെ നോമ്പ് വാപ്പാക്ക് സ്വത്തുള്ള ആളാണ് എങ്കിൽ, വാപ്പാക്ക് സ്വത്തുള്ള ആളാണ്, അങ്ങനെ സ്വത്ത് ഉപേക്ഷിച്ചുകൊണ്ട് മരിച്ചുപോയ വാപ്പയാണ് എങ്കിൽ, ആ വാപ്പാക്ക് ഖളാ ആയ ഓരോ നോമ്പിന് പകരവും ഓരോ മുദ്ദ് കൊടുക്കുകയോ അതല്ലെങ്കിൽ അവകാശികൾപ്പെട്ട ആരെങ്കിലും നോമ്പ് നോച്ചു കിട്ടുകയോ ചെയ്യും. രണ്ടാമൊന്നും ചെയ്യൽ നിർബന്ധമാണ്. മുദ്ദ് കൊടുത്താലും ഇല്ല, മുദ്ദ് കൊടുക്കുകയോ അതല്ലെങ്കിൽ പിന്നെ നോമ്പ് ഖളാ കിട്ടുകയോ രണ്ടാമൊന്നും ചെയ്താൽ മതി. വാപ്പാക്ക് എന്തുണ്ട്? വാപ്പ സ്വത്തൊക്കെ ഉപേക്ഷിച്ച് പോയ വാപ്പയാണ്. അപ്പൊ ആ സ്വത്ത് എന്നാല് പിന്നെ വാപ്പാന്റെ അനന്തരാവകാശികൾക്ക് നിർബന്ധമാണ്. എന്ത് നിർബന്ധമാണ്? ഒന്നുകിൽ വാപ്പാനെ തൊട്ട് ആരെങ്കിലും നോമ്പ് നോറ്റ് കിട്ടുക, എത്ര നോമ്പാണെന്ന് വെച്ചാൽ അത് നോറ്റ് കിട്ടുക ആരെങ്കിലും. അതല്ലെങ്കിലോ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് ഫഖീർ മിസ്കിന്മാർക്ക് നൽകുക. രണ്ടാളൊന്നും നിർബന്ധമാണ്. നീ വാപ്പ സ്വത്വം ഉപേക്ഷിച്ചിട്ട് പോയ ആളല്ല, വാപ്പാക്ക് സ്വത്വം തരുന്നത് അങ്ങനെ മറ്റു ഒന്നുമില്ല. എന്നാലും നിർബന്ധമില്ലെങ്കിലും രണ്ടാളൊന്നും ചെയ്യ സുന്നത്താണ് അവകാശികൾക്ക്. അവകാശികൾ അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തുകൊണ്ട് മുദ്ദ് കൊടുക്കുക, അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്ന നോമ്പ് നിൽക്കുക, രണ്ടാളും ചെയ്യൽ സുന്നത്താണ്. അപ്പൊ സ്വത്ത് ഉപേക്ഷിച്ച് പോയ വാപ്പയാണെങ്കിൽ ഇങ്ങനെ ചെയ്യൽ നിർബന്ധമാണ്. സ്വത്ത് ഉപേക്ഷിക്കാത്ത വാപ്പയാണെങ്കിലോ പിന്നെ അവകാശികൾക്ക് ചെയ്യൽ സുന്നത്തുമാണ്. മനസ്സിലായല്ലേ? അപ്പൊ നോമ്പ് ഖളാ ആയിട്ടുണ്ടെങ്കിലേ അങ്ങനെ ചെയ്യണം. നിസ്കാരം ഖളാ ആയി, വാപ്പാക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആലയോട് മക്കളൊക്കെ ദുആ ചെയ്യാം, വേണ്ടവരൊക്കെ ദുആ ചെയ്യാം. പിന്നെ സക്കാത്ത് കൊടുത്തിട്ടില്ല വാപ്പ നിൽക്കുക, എന്നാ എന്ത് ചെയ്യാന്നുണ്ടോ? എത്ര കാലമാണ് വാപ്പ സക്കാത്ത് കൊടുക്കാത്തത് അതൊക്കെ വാപ്പാക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തുവിട്ട നിർബന്ധമാണ്. അത് കഴിച്ച് ബാക്കി സ്വത്ത് ഉണ്ടെങ്കിലേ അവകാശികൾ ഓഹരി ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഉദാഹരണം പറയാൻ 10 കൊല്ലം വാപ്പ സക്കാത്ത് കൊടുത്തിട്ടില്ല, ഏത് വാപ്പാന്റെ സ്വത്തിന്റെ കണക്കനുസരിച്ച് വാപ്പ സക്കാത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ ഓരോ വർഷവും എത്രയാണ് വാപ്പാക്ക് പിന്നെ സക്കാത്ത് കൊടുക്കേണ്ടിയിരുന്നത് എന്ന കാര്യം നിങ്ങൾ കണക്കാക്കുകയും എന്നിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ ആ 10 വർഷത്തെ ആണെങ്കിൽ ആ 10 വർഷത്തെയും സക്കാത്ത് കൊടുക്കുകയും എന്നിട്ട് ബാക്കി സ്വത്തുണ്ടെങ്കിൽ ബാക്കിയുള്ളത് മാത്രമേ അവകാശികൾ ഓഹരി ചെയ്തെടുക്കാൻ പാടുള്ളൂ. പിന്നെ മറ്റൊന്ന് ഹജ്ജാണ്. ഹജ്ജ് വാപ്പാക്ക് ഹജ്ജ് നിർബന്ധമായ ആളായിരുന്നു നിൽക്കുക. തടിയാലും മുതലാലും പിന്നെ വഴിയാലൊക്കെ ആവതുള്ള സക്കാത്ത് ഹജ്ജ് ചെയ്യൽ നിർബന്ധമായ വാപ്പയായിരുന്നു. പക്ഷെ വാപ്പ ഹജ്ജ് ചെയ്തില്ല, അങ്ങനെ മരിച്ചുപോയി നിൽക്കുക. എന്നാൽ വാപ്പാക്കാണെങ്കിലോ സ്വത്തുണ്ടേനും, വാപ്പ മരിച്ചു പോകുമ്പോൾ സ്വത്ത് ഉപേക്ഷിച്ചുകൊണ്ടാണ് മരിച്ചു പോയത്. എന്നാൽ ആ വാപ്പയെ തൊട്ട് ഒരു ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. അത് കഴിച്ച് ബാക്കി സ്വത്തുണ്ടെങ്കിൽ മാത്രമേ അവകാശികൾക്ക് ഓഹരിച്ചെടുക്കാൻ പാടുള്ളൂ. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ ചോദ്യത്തിൽ ഇപ്പൊ ഇതൊക്കെ ഉള്ളത് അല്ലേ? ഒന്നും ചെയ്തില്ല, ഹജ്ജ് സഹിയാകും. പക്ഷെ ഹജ്ജ് മാത്രം ചെയ്താൽ പോരങ്ങള്. ഹജ്ജ് സഹിയാകും മാത്രമല്ല, ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. വാപ്പ ഹജ്ജ് ചെയ്യൽ നിർബന്ധ ആയ ആളായിരുന്നു എങ്കിൽ എന്ന് മാത്രമേ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ആളാണെങ്കിൽ ആ സക്കാത്ത് കൊടുക്കലും നിർബന്ധമാണ്, അദ്ദേഹത്തിന് സ്വത്ത് ഉണ്ട് എങ്കിൽ. പിന്നെ നോമ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നിസ്കാരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു, അതുപോലെ ചെയ്യുക ഇൻഷാ അല്ലാഹ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ഉംറക്ക് തവാഫ് ചെയ്യുമ്പോൾ സ്ത്രീകളെ തൊട്ടാൽ ഒന്ന് മുറിമയെന്താണ് ചിലരൊക്കെ അങ്ങനെ മനസ്സിലാക്കിയല്ലേ? ഉംറക്ക് തവാഫ് ചെയ്യുമ്പോ സ്ത്രീകളെ തൊട്ടാൽ ഒന്ന് മുറിയോന്ന്. അങ്ങനെയല്ലത്. അന്യ സ്ത്രീകളെ തൊട്ടാൽ ഒന്ന് മുറിയും. നമ്മുടെ മതം അങ്ങനെയാണ്. അന്യ സ്ത്രീകളെ തൊട്ടാൽ ഒന്ന് മുറിയും. അത് ഉംറക്ക് തവാഫ് ചെയ്യുമ്പോൾ തൊട്ടാലും മുറിയും, നിസ്കരിക്കുമ്പോൾ തൊട്ടാലും മുറിയും. ഇനി അതൊന്നല്ല, ഇനി വെറുതെ ഒരു പെണ്ണ് ഓതുണ്ടാക്കിട്ട് ഒരു അന്യ പെണ്ണെ തൊട്ടുന്നാലും ഒളു മുറിയും. അപ്പൊ അന്യ സ്ത്രീയെ തൊട്ടാൽ ഒളു മുറിയും. അതാണ് അതിനെ കാണുന്നത്. നീ ഉംറക്ക് തവാഫ് ചെയ്യുമ്പോൾ പ്രത്യേക നിയമമല്ല. പിന്നെ നമ്മൾ എന്താണ് ഉള്ളത്, നമ്മൾ സാധാരണ ഇതാണ് പറയാറ്. അത് ചില ആളുകൾക്ക് കാര്യം മനസ്സിലാവാനായിട്ടായിരിക്കും. ചിലപ്പോ തവാഫ് ചെയ്യുമ്പോൾ ഒരു അന്യ സ്ത്രീയെ തൊടാതെ ഒരു തവാഫ് പൂർത്തിയാക്കുക എന്നുള്ളത് സാധിക്കാതെ വളരെ വിഷമായിരിക്കും. ചിലപ്പോ വളരെ വിഷമായിരിക്കും.
പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാത്ത സമയമാണ് അല്ലേ. എന്നിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യാണ്. അങ്ങനെ ഒരു പെണ്ണ് അവിടെ ഇങ്ങനെ കാണുമ്പോ ആളും മനസ്സിനൊന്നും ഇല്ലാത്തടത്ത് കൂടെ ഇങ്ങനെ നടന്ന് അങ്ങനെ സാധിക്കായല്ല, എന്നാലും വളരെ പ്രയാസമായിരിക്കും. എങ്ങനെയെങ്കിലും തുടരലൊക്കെ സംഭവിക്കാനാണ് സാധ്യത. അപ്പോ പ്രയാസം തന്നെയാണ്. എനിക്കൊരു സംഭവിച്ചിട്ടുണ്ട്. എന്റെ എല്ലാം ശരിയായിരുന്നു, എല്ലാം ശരിയായിരുന്നു. അങ്ങനെ പിന്നെ അതിന്റെ ഇടയിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കണ്ടേ താമസത്തോടുത്ത്. അങ്ങനെ നിസ്കരിക്കാൻ നിന്നപ്പോ പിന്നെ നിസ്കരിക്കാൻ നിൽക്കുന്നില്ല. ഒരു പെണ്ണ് സുജൂദിലേക്ക് പോകുമ്പോ അവൾക്ക് സുജൂദ് നെറ്റി വെക്കണം, എന്റെ കാലൊന്ന് അവിടെ നിന്ന് എടുക്കണം. അപ്പൊ അവളിന്റെ കാലിന്റെ പാദത്തിൽ ഇങ്ങനെ അടിച്ചിങ്ങനെ അവളിങ്ങനെ ഞാൻ കാലിനെ വലിക്കാൻ വേണ്ടിയിട്ടേ എന്റെ നഗ്നമായ പാദം ആണല്ലോ, അതിന് അവളുടെ നഗ്നമായ കൈ കൊണ്ട് തന്നെ അവളടിച്ച്. അപ്പൊ അത് വളരെ പ്രയാസം തന്നെയാണ്. എങ്ങനെയെങ്കിലും ആയിട്ടില്ലേ. ഇപ്പൊ അതുവരെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു, അവസാനം ഓട പണി തന്നെയില്ലേ. അപ്പൊ അങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോ. അല്ലോ ഞാന് പണ്ട് അലിബാ ഫൈസി ഉണ്ടായിരുന്നു എന്റെ സ്നേഹിതൻ ദുബൈയില്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഉഖറവിയ ജീവിതം റാഹത്തിനും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഞങ്ങൾ ഒരിക്കൽ ഹജ്ജിന് പോയിരുന്നു. ആ മൂപ്പര് ഹജ്ജിന് പോകുമ്പോ തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ മുപ്പതിന് മുമ്പ് സൗദിയിൽ കുറച്ച് നിന്നിട്ടുണ്ട് മൂപ്പര്. അപ്പൊ ആ കാലത്ത് ഞാൻ ഹജ്ജും നമ്പറൊക്കെ ചെയ്തിട്ടുണ്ട്, ഹജ്ജുകളും നമ്പറുകളും ചെയ്തിട്ടുണ്ട്. അതിന്റെ തെറ്റൊന്ന് പൊറുപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഹജ്ജ് ചെയ്യുന്നതെന്നാണ് മൂപ്പര്. വലിയ രസികനായിരുന്ന ആള്. അന്ന് എന്താണ് ആ മക്കത്ത് കുറച്ചു കാലം നിന്നപ്പോഴേ ആ മക്കയുടെ ഹുർമത്തനുസരിച്ച് പിന്നെ അവിടെ താമസിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലെ. ഹറമിന്റെ പുറത്തുകൾ നിൽക്കുന്ന ആള് അത്ര ഇതുണ്ടാവില്ല ചിലപ്പോ, അതിന്റെ അകത്തുള്ള ആൾക്ക് അത്ര ഒരു അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പൊറുപ്പിക്കണം. അതിനും വേണ്ടിയാണ് ഇപ്പൊ ഹജ്ജ് ചെയ്യുന്ന മൂപ്പര്. മൂപ്പര് അങ്ങനെ തന്നെ. മൂപ്പര് ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോഴും ദുആ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര കരച്ചിലും അങ്ങനെ തന്നെ ആയിരുന്നു മൂപ്പര്. വളരെ ഇതിലായിരുന്നു. അങ്ങനെ ഞാനും മൂപ്പരും പോയി ഇങ്ങനെ തവാഫ് ചെയ്യാണ്. അപ്പൊ ഇഹ്റാമിന്റെ ഇതല്ലേ, വേഷമാണല്ലോ, മറ്റേ കുപ്പായം പൊന്നിട്ടല്ലോ. അങ്ങനെ തവാഫ് ചെയ്യുമ്പോ മൂപ്പര ഒരു വീട് പിടിച്ചിട്ട് കയ്യിലിങ്ങനെ വെച്ചിട്ട് അത് മൂപ്പര ഉറക്കാൻ ചെല്ലുണ്ട്, ഞാനിങ്ങനെ ഏച്ചി ചെല്ലുണ്ട്. അപ്പൊ മൂപ്പരിങ്ങനെ ഉറക്കം ചെല്ലി തരാണ്ടെന്ന് കണ്ടപ്പോ വേറെയും കുറെ ആളുകൾ ഒപ്പം ഇങ്ങനെ കൂടിക്കണം. അപ്പൊ നല്ല ചൊറുക്കുള്ള ഒരു പെണ്ണ്, അതാ ഞാൻ പറഞ്ഞത് അല്ലേ, നല്ലൊരു ചൊറുക്കുള്ള ഒരു പെണ്ണെന്ന് പറയാം. എന്താണ് അല്ലാഹു തആലയുടെ ഒരു പരീക്ഷണമുള്ളപ്പോ അതൊക്കെ. അവള് ഓടിയുണ്ട് മൂപ്പരെ കൈമണിക്കും. മൂപ്പരിങ്ങനെ കൈ ഇങ്ങനെ പൊന്തിച്ചിട്ട് ഈ പുസ്തകം കൈ പിടിച്ചിട്ടുണ്ടായാലേ, എന്നിട്ട് മൂപ്പരെ അവളുടെ കൈ കൊണ്ട് മൂപ്പരെ കൈ ഇങ്ങനെ തുറത്തിൽ പിടിച്ചു. എന്നിട്ട് പിന്നെ ആ തവാഫ് പൂർത്തിയാവുന്നവരെയൊക്കെ മൂപ്പരെ വിട്ടിയില്ല. അങ്ങനെ മൂപ്പർ തവാഫ് ചെയ്തിട്ട് പിന്നെ പടത്തോനെ എനിക്ക് പുറത്തു തരണ്ടേ പുറത്ത്. മൂപ്പർ കുറെ പേർന്ന് ആ പെണ്ണ് പിടിച്ചതിനെ കുറിച്ച് എന്താ വെച്ചപ്പോ അവള് സാധു പെണ്ണാണേ, ഓള് ഏതോ രാജ്യക്കാരത്തിയാണ്. അവളെ വിചാരം എന്താണ്, തവാഫ് ചെയ്യുമ്പോ അതൊന്നും ആ ചെല്ലാളൊന്നും ചെല്ലിയിട്ടില്ലെങ്കിൽ തവാഫ് സഹിയാവൂല എന്നായിരിക്കണം അവളുടെ വിചാരം. അവൾക്കത് കാണാതെ അറിയില്ലേനും, കാണാതെ അറിയില്ലുണ്ടാവൂല, അവൾക്ക് അറിയുണ്ടാവൂല. അപ്പൊ ഒരു മൂല്യം ഉറക്കാൻ ചെല്ലിയാണ് പോകണ്ടല്ലോ, എന്നാൽ അയാളെ ഏതായാലും പിടിക്കുക, എന്നാ ചെല്ലാലോ എന്നാകുമ്പോ അവള് മനസ്സിലാക്കിയിട്ടുണ്ടാവേ അല്ലേ. അങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെ സംഭവം ഉണ്ടായിന്ന് പറയാം. ഇതിന്റെ ഇടയിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അലിബാ ഫൈസിന്റെ ഉഖറവിയ ജീവിതം സുഖാക്കി കൊടുക്കട്ടെ, റാഹത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അദ്ദേഹം ചെയ്ത എല്ലാ അമലുകളും അതിന്റെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുകയും അദ്ദേഹം ചെയ്ത അമലുകളെ അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ അദ്ദേഹത്തിന് തുണയായി നൽകുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഇതിന്റെ ഇടയിൽ കൂടെ ഓർമ്മ വന്നതൊന്നും പറഞ്ഞുള്ളൂ, നിങ്ങളുമായി പങ്കുവെച്ചെന്നുള്ള വിഷയം. അപ്പോ ഉസ്താദെ ഉംറക്ക് തവാഫ് ചെയ്യുമ്പോ അപ്പൊ സംഭവമാണേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ, സാധാരണ അന്യ സ്ത്രീകളെ തൊട്ടാൽ വുളു മുറിയുകയില്ല എന്ന് പറയുന്ന മദ്ഹബ് ഉണ്ടല്ലോ. അപ്പൊ ആ മദ്ഹബ് തഖ്ലീദ് ചെയ്യുക. അതാണ് നമ്മുടെ മദ്ഹബ് അനുസരിച്ച് അന്യ സ്ത്രീയെ തൊട്ടാൽ വുളു മുറിയും. അപ്പൊ അന്യ സ്ത്രീയെ തൊട്ടാൽ വുളു മുറിയുകയില്ല എന്ന് പറയുന്ന മദ്ഹബാണ് ഹനഫി മദ്ഹബൊക്കെ, ഹംബലി മദ്ഹബ് ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ മദ്ഹബ് നമ്മൾ തഖ്ലീദ് ചെയ്യുക. അപ്പൊ ആ മദ്ഹബ് നമ്മൾ തഖ്ലീദ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ആ അഭിപ്രായക്കാരായല്ലോ. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ തവാഫ് ചെയ്യുന്ന സമയത്തൊക്കെ പിന്നെ തൊട്ടാൽ ഒന്നും മുറിയുകയില്ല എന്ന മദ്ഹബ് തഖ്ലീദ് ചെയ്യുമ്പോൾ
പിന്നെ അപ്പൊ ഒതുർക്കൊക്കെ ആ മദ്ഹബ് സഹിയാവുന്ന രീതിയിലാവണ്ടോ, അതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ സംഭവം അതാണ്. അത് പോട്ടെ. അസ്സലാമു അലൈക്കും വഅലൈക്കും റഹ്മത്തുള്ളാഹ്. വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിൽ ഇമാമിനെ 2ാം റക്അത്ത് തുടരുമ്പോൾ എനിക്ക് 2 റക്അത്തും കിട്ടിയില്ലെങ്കിൽ തുടർന്ന് എങ്ങനെ നിസ്കരിക്കണം? ദ്വാവസ്യത്തോടെ അഷ്റഫ് ദോഹ ഖത്തർ. അത് ആളാക്കി ഞാനത് ആ പേരും ഇതൊക്കെ ഒരു അവസാനം എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് വായിച്ചാണ്. പിന്നെ 2 റക്അത്ത് കിട്ടിയിട്ടില്ല, 1 റക്അത്തും കിട്ടിയില്ല എന്നൊക്കെ ഇമാമിനോട് കൂടെ. 1 റക്അത്ത് ഇമാമിനോട് കൂടി കിട്ടിയാൽ അവന് ജുമാ ലഭിച്ചു. അവൻ പിന്നെ ഇമാമ് സലാം കിട്ടി കഴിഞ്ഞാൽ 1 റക്അത്ത് കൊണ്ട് നിസ്കരിച്ചാൽ മതി, അവന് ജുമാ കിട്ടി. നേരെ മറിച്ച് 1 റക്അത്തും ഇമാമിനോട് കൂടെ കിട്ടിയിട്ടില്ല, എന്നാൽ അവൻ ജുമാന്റെ നിയ്യത്ത്, ഞാൻ ജുമാ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കണം. പക്ഷെ 4 റക്അത്ത് നിസ്കരിക്കുകയും വേണം. 4 റക്അത്ത് നിസ്കരിക്കണം. അതാ ഇതിന് 1 റക്അത്ത് ഇമാമിനോട് കൂടെ കിട്ടാതിരിക്കുക. ഇമാമിന്റെ 2ാമത്തെ റക്അത്തിലെ റുക്കൂഅൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇവൻ തുടരുന്നത്. ഇമാം റുക്കൂഅിലും തല ഉയർത്തി, അതിനുശേഷമാണ് അവൻ തുടരുന്നത്. എന്നാലും 6 റക്അത്താണ് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ആ തഹിയ്യാത്തിലാണ് അവൻ തുടരുന്നത്. അപ്പൊ 6 റക്അത്താണ് കിട്ടിയിട്ടില്ല. അപ്പൊ ഇമാമിനോട് കൂടെ 1 റക്അത്തും അവന് കിട്ടിയിട്ടില്ല. അപ്പോൾ അവൻ ഞാൻ ജുമാ നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് അവരോടുകൂടി ഇമാമിനെ തുടരുക. പക്ഷേ ഇമാം സലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 4 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യണം. നിസ്കരിക്കണം എന്നർത്ഥം. എന്താണ് അതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഫുഖഹാവ് ചർച്ച ചെയ്തിട്ടുണ്ട് അവിടെ. എന്താണ് ഇപ്പൊ അങ്ങനെയെന്ന്? ജുമാന്റെ നിയ്യത്ത് വെക്കുക, പിന്നെ ളുഹർ നിസ്കരിക്കുക. എന്താണ് അങ്ങനെ? എന്നാൽ ആദ്യം ളുഹറിന്റെ നിയ്യത്തിന് വെച്ചൂടെ? അതിന് ഇമാമ് സലാം വീട്ടി കഴിയുന്നവരേക്കും ഇവന് ഇമാമിനോട് കൂടെ 1 റക്അത്ത് കിട്ടുകയോ ഇല്ലാന്ന് ഉറപ്പിക്കാൻ പറ്റൂലെന്നാ. ഇമാമ് സലാം വീട്ടി കഴിഞ്ഞെങ്കിലേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഇമാമിനോട് കൂടെ 1 റക്അത്തും കിട്ടുകയില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം പറഞ്ഞാൽ പറ്റണ്ട, ഇമാം അത്തഹിയ്യാത്ത് ഇങ്ങനെ ഓതുകയായിരുന്നു. ആ അത്തഹിയ്യാത്ത് ഓടുന്നതിന്റെ ഇടയിൽ ഇമാമിന് ഓർമ്മ വന്ന്, ഞാൻ ഇപ്പൊ കഴിഞ്ഞ റക്അത്തില് ഒരു സുജൂദല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ റുക്കൂഅ് ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇഅ്തിദാലിൽ എനിക്ക് തുമ്മീനത്ത് ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ ഇയാൾക്ക് ഓർമ്മ വരുന്നത് അപ്പഴാണ്. ഇയാൾ അത്തഹിയ്യാത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പൊ ആ റക്അത്ത് കിട്ടിയില്ലല്ലേ? അതൊക്കെ റക്അത്ത് കിട്ടിയില്ലല്ലോ. അപ്പൊ ഇമാം എന്ത് ചെയ്യും? വേഗം അടുത്ത റക്അത്തിലേക്ക് പിന്നെ എഴുന്നേറ്റുണ്ടോ റക്അത്ത് നിസ്കരിക്കുമല്ലോ. അപ്പൊ അതിന് സാധ്യത ഉണ്ടല്ലോ. അപ്പൊ ഇവനെ ഇമാമിനോട് കൂടി പറഞ്ഞത്. അപ്പൊ ഇമാം സലാം വിട്ടി കഴിഞ്ഞ ശേഷേ പിന്നെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഇമാമിനോട് കൂടെ എനിക്ക് റക്അത്ത് കിട്ടുകയില്ല എന്ന്. അതുകൊണ്ടാണ് ഇമാമിന്റെ നിയ്യത്ത് വെച്ച് തുടരുക. ഇമാം സലാം വിട്ടി കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായില്ലേ, എനിക്ക് റക്അത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളത്. പിന്നെ 4 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യുക. ഒരു മഹല്ലുകാരനായി അല്ല, അതിന് മുമ്പ് ഉസ്താദ് അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം പറയുന്നത്, വൈഫിന് വയറിൽ മുഴ ആണ്, നാളെ ഓപ്പറേഷന് പോകുന്നു, ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹലായ ഫള് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അതുപോലെ അല്ലാഹുവിന് തൃപ്തിപ്പെട്ട മറ്റ് അടിയാറുകളുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഭാര്യയ്ക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അപകടം ഒക്കെ തരണം ചെയ്തുകൊണ്ട് അല്ലാഹു പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരട്ടെ. അല്ലാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സിഹത്തും ആഫിയത്തും അല്ലാഹുവിന്റെ താഅത്തിലായി കൊണ്ട് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. എന്താ 2 ആൾക്കാർ റൈസൈൻ ചെയ്തിരിക്കുന്ന ലൈവ് ഓത്തുന്ന കൂട്ടുകാരല്ലോ അല്ലേ? അവിടെ മഞ്ഞപ്പൊക്കെ എന്തുണ്ടാ? ലൈവിന്റെ ആളുകളാണ് തീരുമാനിക്കേണ്ടത്. ഞാനിപ്പോ എനിക്ക് ലൈവിന്റെ ആളുകൾക്ക് പ്രത്യേക എന്നോട് എന്തെങ്കിലും നിർദ്ദേശിക്കാറുണ്ടെങ്കിൽ എനിക്ക് PM ചെയ്താൽ കുറെ PM ഒന്ന് കെടുക്കാനൊക്കെ കാണൂല. നിങ്ങൾ ഇവിടെ പബ്ലിക്കായിട്ട് നൗഫ് ക്ലാസ് ആയിക്കോട്ടെ, പബ്ലിക്കായിട്ട് എഴുതിയാൽ മതി അങ്ങനത്തെ നിർദ്ദേശം എന്തെങ്കിലും തരാണ്ടെങ്കിൽ. അപ്പോ ഒരു മഹല്ലുകാരനായി പരിഗണിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണെന്നുള്ളത് ഇന്നത്തെ ചോദ്യത്തിന്റെ അത് കാരണമുണ്ടായ ഒരു ചോദ്യമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ഏത് ജുമാ സഹിയാവണമെങ്കിൽ ആ മഹല്ലിക്കാരായ 40 പേര് വേണം എന്നാണ് ഷാഫിഈ മദ്ഹബ്. മാത്രമല്ല ഹംബലി മദ്ഹബും അങ്ങനെയാണ്.
എന്നാൽ 12 പേരുണ്ടായാലും മതി എന്നാണ് മാലിക്കി മദ്ഹബ്. എന്നാൽ ഹനഫി മദ്ഹബിലോ അങ്ങനത്തെ നിബന്ധനയൊന്നുമില്ല. ആ മഹല്ലിക്കാരായ ആളുകൾ വേണമെന്നില്ല. പിന്നെ ഒരു ജമാഅത്ത് നടന്നാൽ മതി. അത് അന്യ നാട്ടുകാരും വേണ്ട, ആ നാട്ടുകാരും വേണ്ട, ആരാരും വേണ്ട, ഒരു ജമാഅത്തായിട്ട് നടന്നാൽ മതി. അതാണ് ഹനഫി മദ്ഹബ്. അപ്പൊ ആ മഹല്ലിക്കാരായ 40 പേര് വേണം എന്ന് പറഞ്ഞില്ല. അപ്പൊ എങ്ങനെയാണ് മഹല്ലിക്കാരായിട്ട് അങ്ങനെ പരിഗണിക്കുകയാണ്? അതിപ്പോ ഒരു മഹല്ലുണ്ടാവുമല്ലോ, ഒരു അതിർത്തി ഉണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇരിങ്ങല്ലൂർ മഹല്ലിലത്തെ ജുമാ സഹിയാണെങ്കിൽ ഇരിങ്ങല്ലൂർ നിവാസികളായ 40 പേര് വേണം. ഇരിങ്ങല്ലൂർ നിവാസികൾ എങ്ങനെ തീരുമാനിക്കുക? ഇരിങ്ങല്ലൂർ ഒരു അതിരി ഉണ്ടാവില്ല. ഇരിങ്ങല്ലൂർ മഹല്ലിന്റെ ഒരു അതിർത്തി ഉണ്ടാവും. ആ പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ന തോട്, ആ തോടിന്റെ അപ്പുറം വേറെ മഹല്ല്, ഇപ്പുറം ഇരിങ്ങല്ലൂര്, അങ്ങനെ ഉണ്ടാവുമല്ലോ. തെക്ക് ഭാഗത്ത് റോഡുണ്ട്, ആ റോഡിന്റെ അപ്പുറം വേറെ മഹല്ല്, ഇപ്പുറം ഇരിങ്ങല്ലൂര്. കിഴക്ക് ഭാഗത്ത് പാടാണ്, ആ പാടത്തിന്റെ അക്കര ഇന്ന മഹല്ല്, ഈ ഇക്കര ഇരിങ്ങല്ലൂര്, ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അതെ, പറപ്പൂര് പാലം, അങ്ങനെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഓരോരോ ഒരു മഹല്ല് ആകുമ്പോ അതിനൊരു അതിർത്തി ഉണ്ടാവും. അപ്പൊ ആ അതിർത്തിന്റെ ഉള്ളിൽപ്പെട്ടവരാണ് ആ മഹല്ലുകാരായിട്ട് പരിഗണിക്കപ്പെടുക. അപ്പൊ അങ്ങനെ ആ മഹലിന്റെ ഉള്ളിൽ താമസിക്കുന്ന പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള 40 പുരുഷന്മാർ വേണം. എന്നാലേ ജുമാ സഹിയാകൂ എന്നാണ് ഷാഫി മദ്ഹബും അങ്ങനെയാണ്, ഹംബലി മദ്ഹബും അങ്ങനെയാണ്. എന്നാൽ ആ മഹല്ലുകാരായ 12 പേര് വേണം, എന്നാൽ അതാണ് മാലിക്കി മദ്ഹബ്. ഹനഫി മദ്ഹബിൽ ആ മഹല്ലുകാരെ കൊള്ളൊന്നുമില്ല. അവിടെ ഇമാമും ജമാഅത്തായിട്ട് നിസ്കാരം നടന്നാൽ മതി. ഇതാണ് ഹനഫി മദ്ഹബ്. ഇപ്പോ ഇരിങ്ങല്ലൂർ ഇപ്പോൾ ടൗണിപ്പോ അങ്ങനെ തന്നെ കുറെ പഴയ കാലത്തുള്ള ഗ്രാമങ്ങളൊക്കെ പലതപ്പെട്ട ടൗണായിട്ടുണ്ട്. അല്ലാ, 50 ആളോട് ഏറ്റുമുട്ടാൻ. ശരി. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. പെങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കാമോ? അതിനെ കുറിച്ച് ഒന്ന് പെണ്ണുങ്ങൾക്ക്, ശരി പെങ്ങളുടെ നല്ലല്ലേ, പെണ്ണുങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കാമോ? അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കുക. പെണ്ണുങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കുകയോ ചെയ്യാം. പക്ഷേ പിന്നെ അവർ മാത്രം നിസ്കരിച്ച് നിൽക്കുക. ഒരു മയ്യത്ത് ഒരാളൊരു നാട്ടിൽ മരിച്ചു എന്തുണ്ട്, ഇത് ആ മയ്യത്തിന് ആണുങ്ങളാരും നിസ്കരിക്കാതെ പെണ്ണുങ്ങൾ മാത്രം നിസ്കരിച്ച് നിൽക്കുക. എന്നാൽ അത് മതിയാവുകയില്ല. മയ്യസ്കാരം ഫർളിക്കിട്ടാണല്ലേ. ഒരു മഹലിൽ ഒരാൾ മരിച്ചാൽ 4 കാര്യം നിർബന്ധമാണല്ലോ. അയാളെ കുളിപ്പിക്കണം അല്ലേ, കഫൻ ചെയ്യണം, മയ്യത്ത് നിസ്കരിക്കണം, മറവ് ചെയ്യണം. ഈ മരിച്ച ആളുടെ പേരിൽ ആര് മാത്രമേ മയ്യത്ത് നിസ്കരിച്ചുള്ളൂ? പെണ്ണുങ്ങൾ മാത്രമേ മയ്യത്ത് നിസ്കരിച്ചുള്ളൂ. ആണുങ്ങൾ ആരും മയ്യത്ത് നിസ്കരിച്ചാൽ നിൽക്കുക. എന്നാൽ ആ മഹല്ലുകാരൊക്കെ കുറ്റക്കാരാണ്, അവരുടെ കുറ്റം ഒഴിവാവുകയില്ല. നേരെ മറിച്ച് ഒരാണ് മയ്യത്ത് നിസ്കരിച്ച് നിൽക്കുക, എന്നാ എല്ലാവരുടെ കുറ്റം ഒഴിവാവും ചെയ്യും. ആ പെണ്ണുങ്ങൾ മാത്രം നിസ്കരിച്ചാൽ പോരാ, നീ പെണ്ണ് നിസ്കരിച്ചു നിൽക്കുക, അതൊരു കുഴപ്പമൊന്നുമില്ല. അതൊരു ഇനി അവർ നിസ്കരിച്ചാൽ അത് മതിയാവുകയില്ല. അവർ നിസ്കരിച്ചാൽ യഖഉ നഫ്ലൻ, അങ്ങനെ എന്തൊരു ഇതില് ഇബാറത്ത് എനിക്ക് കണ്ടതായി ഓർക്കുന്നുണ്ട്. നിസ്കരിച്ചാൽ അത് സുന്നത്തായിട്ട് പരിഗണിക്കപ്പെടും. അപ്പൊ അതേതായാലും ശരി. അതൊരു ഇപ്പൊ വ്യാപകമായിട്ടുണ്ട് കുറെ അല്ലേ, കുറെ വ്യാപകമായിട്ടുണ്ട്. അതിന്റെ ചില ഉലമാക്കളൊക്കെ എതിർക്കാറുമുണ്ട്. എതിർക്കാർ ചിലത് പിന്നെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയല്ല, പഴയ കാലത്തവൻ ചെയ്തിരുന്നില്ല. അതിലിപ്പോ പെണ്ണുങ്ങൾക്ക് വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ. ഞങ്ങളെ മയ്യത്ത് ചുമന്നുകൊണ്ട് പോകണല്ലോ പള്ളിക്കാട്ട്, അതോട് ചെയ്യണ്ടല്ലോ, അത് ചെയ്യണില്ലല്ലോ. അങ്ങനെ മയ്യത്ത് പരിപാലന സംബന്ധമായ പല വിഷയങ്ങളും അവിടെ ചെയ്യേണ്ടതാത്തുണ്ട്. മയ്യത്ത് പള്ളിക്കാട്ടിൽ ചുമന്നുകൊണ്ടുപോകുന്ന പെണ്ണല്ല ആണുങ്ങളാണ്, ഞാൻ ഖബർ കളക്കുന്നത് പെണ്ണല്ല ആണുങ്ങളാണ്, ആ ഖബറിലേക്ക് ഇറക്കി വെക്കണത് പെണ്ണുങ്ങളല്ല ആണുങ്ങളാണ്, അതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാന്ന് പറഞ്ഞാല് ഏതാനും ശരി. പെണ്ണ് നിസ്കരിച്ചാൽ അത് സഹീഹാകുന്നതാണ്. അവൾ മാത്രം നിസ്കരിച്ചാൽ പോരാ, അതുകൊണ്ട് പിന്നെ ഫർള് വിടുകയില്ല. പുരുഷന്മാരും നിസ്കരിച്ചു, പെണ്ണ് നിസ്കരിച്ച് നിൽക്കുക, അത് കുഴപ്പമൊന്നുമില്ല. അതിന്റെ മോശം എന്ന് പറഞ്ഞത് എനിക്കൊന്ന് 2 സ്ഥലങ്ങളിൽ അത് അനുഭവപ്പെട്ടത്, ശരിക്കും അനുഭവപ്പെട്ടു. അവിടെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു മരിച്ച് ആ പെണ്ണുങ്ങളൊക്കെ നിസ്കരിച്ചോളി എന്നിട്ട് ഒരു ഇത് പടച്ചോനെ, പെണ്ണുങ്ങളുടെ അടുത്ത് പിന്നെ ആ മയ്യത്തിന് കിട്ടണ്ടേ. ആളുകൾ പുറത്ത് ആണുങ്ങൾ ഇങ്ങനെ കാത്തിക്കാൻ മയ്യത്ത് കൊണ്ടുപോകാൻ വേണ്ടിട്ട്. അവരുടെ ഓരോരുത്തരുള്ളത് കിട്ടുക.
അപ്പുറത്ത് പോയിട്ട് ഉരുണ്ടാക്കാം, അങ്ങോട്ട് ഓടലും ഇങ്ങോട്ട് ഓടലും മറ്റേതായിട്ടും എന്തായാലും അപ്പുറത്ത് പോയിട്ട് നലിമ്പടിയും കൂടലും. അങ്ങനെ അതാണ് ഈ പെണ്ണുങ്ങൾക്ക് ആ വിഷയം വിട്ടുകൊടുത്താലേ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഏപ്പിക്കാർ ഈ എന്തിനാണ് ഇങ്ങനൊക്കെ എന്താ ചോദ്യമാണോ? ഏപ്പിക്കാർ മസ്ജിദ് എന്ന പേരിലുണ്ടാക്കുന്ന മസ്ജിദിൽ തഹിയ്യത്ത് നിസ്കരിക്കാമോ? എന്റെ മസ്ജിദിൽ അത് മസ്ജിദായിട്ട് പരിഗണിക്കാമോ? എന്താ അത് ഏപ്പിക്കാര് ഉണ്ടാകും പള്ളിയാണ് പരിഗണിക്കാമോന്ന്? അതങ്ങനെ പള്ളിപ്പാർക്കും ഉണ്ടാക്കിക്കൂടെ? അങ്ങനെ പോലെ ആക്ഷേപിക്കണല്ലേ? അങ്ങനെയൊന്നും പോലെ ആക്ഷേപിക്കാൻ പാടില്ല. അവരെ കുറിച്ച് ആക്ഷേപിക്കുന്നത് നമ്മൾ മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പള്ളി ഉണ്ടാക്കരുത്, അതൊക്കെ അത്രേ ഉള്ളൂ. മുസ്ലിം ഉമ്മത്തിനെ ഒരു മഹല്ലില് ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരിക്കെ അവിടേക്ക് ആ പള്ളിയിലേക്ക് എല്ലാവരും പിന്നെ നിസ്കരിക്കാൻ ഇങ്ങനെ പോകുന്നു, നല്ലൊരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരിക്കെ അവിടുത്തെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വേറൊരു പള്ളി ഉണ്ടാക്കുക, എന്താ ഒരു വേറൊരു അല്ലേ? അത് ചെയ്യരുത് നമ്മൾ പറഞ്ഞതല്ല. അത് ഒരു പള്ളി ഉണ്ടാക്കിയാൽ അത് പള്ളിയായിട്ട് പരിഗണിക്കപ്പെടില്ല എന്നോ അല്ലെങ്കിൽ അവിടെ തഹിയ്യത്ത് നിസ്കരിക്കാൻ കൂടിയിട്ട് വരണോ എന്നല്ല, അതൊന്നും അത്രയൊന്നും നമ്മൾ പറഞ്ഞില്ല. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, പള്ളിയിൽ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് റുകൂഉം സുജൂദും ചെയ്യൽ നല്ലത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇപ്പൊ ഒരു വ്യാപകമായിട്ടുണ്ട് കുറെ ആളുകൾ. ഈ റുകൂഉം സുജൂദ് ഒരാൾക്ക് സാധിക്കൂല നിൽക്കുക. നിൽക്കാൻ കഴിവുള്ള നിൽക്കൽ നിസ്കാരത്തിന് നിർബന്ധമായ ഒരു വിഷയമാണ് അല്ലെ? ഖിയാമുൽ ഖാദിർ അത് നിർബന്ധമാണ്. നിൽക്കാൻ സാധിക്കുന്ന ആള് നിൽക്കേണ്ടുന്ന അവസരത്തിൽ നിൽക്കാൻ ആ സമയത്ത് ഇരുന്നാൽ നിസ്കാരം സഹിയാവൂല. അങ്ങനെയുണ്ട്. നിൽക്കാൻ സാധിക്കുന്ന നിൽക്കണ്ടേ, ഓർക്ക് നിൽക്കാൻ സാധിക്കും. അങ്ങനത്തെ ആൾക്ക് പിന്നെ കസേരയിൽ ഇരുന്നാൽ ആ നേരത്ത് നിസ്കാരം സഹിയാവുകയില്ല. അതേ സമയത്ത് നിൽക്കാൻ സാധിക്കുന്ന ആളാണ്, അയാൾ നിന്ന്. പക്ഷെ അയാൾക്ക് എന്ത് സാധിക്കൂല? അയാൾക്ക് കുനിയാൻ സാധിക്കൂല, സുജൂദം ചെയ്യാൻ അയാൾക്ക് സാധിക്കൂല, പിന്നെ തഹിയ്യാത്തിന് ശരിക്കിരിക്കാൻ അയാൾക്ക് സാധിക്കൂല. അങ്ങനെയാണെങ്കിൽ തഹിയ്യാത്തിന് ശരിക്കിരിക്കുന്നതിന് പകരം കസേരയിൽ ഇരിക്കാം, അതുകൊണ്ട് വിരോധമില്ല. അതുപോലെ തന്നെ ഇനി സുജൂദ് ചെയ്യുമ്പോ പിന്നെ അവന്റെ ചന്തിനേക്കാളും താഴണം ഏത് തല താഴ്ന്നാൽ സുജൂദ് സഹിയാവുള്ളൂ. അങ്ങനെ ചെയ്യാനുണ്ടെങ്കിൽ കസേരയിൽ ഇരുന്നാലാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ കസേരയിൽ ഇരിക്കാം. അതുപോലെ നിന്നുകൊണ്ട് തല കുനിയുന്നതിനേക്കാളും കൂടുതൽ കുനിയാൻ സാധിക്കും അവന്, പിന്നെ കുനിയാൻ സാധിക്കും അവന് ഇരുന്നു കൊണ്ടാവുമ്പോൾ. അങ്ങനെയാണെങ്കിൽ റുക്കോയുടെ സമയത്ത് എന്ത് ചെയ്യാൻ ഇരിക്കാം, അത്രയൊക്കെ പറ്റുള്ളൂ. അപ്പൊ നിൽക്കാൻ സാധിക്കുന്നവൻ നിൽക്കൽ നിർബന്ധമാണ്. നിൽക്കാൻ സാധിക്കുന്ന ആള് നിന്ന് കൊണ്ട് ഫാത്തിഹ ഓതുന്നതിന് പകരം കസേരയിൽ ഇരുന്നു കൊണ്ട് ഫാത്തിഹ ഓതിയാൽ, ഇനിയിപ്പോ റുക്കോയെങ്കിൽ അവന് കുനിയാണല്ലോ, ആ കുനിയാൻ കൂടുതൽ സാധിക്കുക നിന്ന് കുനിയുന്നതിനേക്കാൾ അവന് സാധിക്കുക ഇരുന്ന് കുഞ്ഞാലാണ്. അങ്ങനത്തെ ഒരു ഇതുള്ള ആളാണ്. ഞാൻ ആ സമയത്ത് അവന് ഇരിക്കാൻ വിരോധമില്ല. അതുപോലെ സുജൂദ് ചെയ്യാനെങ്കിൽ അവന്റെ ചന്തി ഉണ്ടല്ലോ, ചന്തിനേക്കാളും താഴ്ഭാഗത്തായിരിക്കണം അവന്റെ തല. അങ്ങനെയുള്ള സുജൂദ് ചെയ്യലല്ലേ? സുജൂദ് ചെയ്യുമ്പോ അവന്റെ ചന്തിക്കെട്ടുണ്ട്, അത് മുകളിലും അതിനേക്കാൾ താഴല്ല സുജൂദ് തല. അങ്ങനെ ചെയ്തെങ്കിൽ നിസ്കാരം സഹിയാവുള്ളൂ, സുജൂദ് സഹിയാവുള്ളൂ. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ആൾക്ക്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇയാൾക്ക് കസേരയിൽ ഇരുന്നാലാണ് അത് ഏറ്റവും സൗകര്യപ്പെടുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇരിക്കാം. അതുപോലെ ഇരിക്കേണ്ടുന്ന സമയത്ത് അയാൾക്ക് കസേരയിൽ ഇരിക്കാം. അതുകൊണ്ടൊക്കെ അതല്ലാതെ മറ്റ് രീതിയിൽ പല ആളുകളും അങ്ങനെയല്ല ചെയ്യണത്. നടന്നിങ്ങനെ വരുമല്ലേ സുജയ, നല്ലൊരു ഉഷാറായിട്ട് നടന്നിങ്ങനെ വരും. അങ്ങനെ കസേര നിസ്കരിക്കുന്നതാണ്. നമുക്ക് നിൽക്കാൻ സാധിക്കുമല്ലോ, അപ്പൊ നിൽക്കേണ്ടുന്ന സമയത്ത് നിൽക്കാൻ സാധിക്കുമല്ലോ, അതില്ലാതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ആ നിസ്കാരം സഹിയാവില്ല. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണത്. ഏതായാലും ശരി, അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എങ്ങനെ റുക്കോഴ് ചെയ്യേണ്ടത് അല്ലെ? ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റുന്ന ആളാണ് നിൽക്കുക, ഇരിക്കാനൊക്കെ പറ്റുന്ന ആളാണ്. എന്നാൽ എങ്ങനെ റുക്കോഴ് ചെയ്യേണ്ടത്? റുക്കോഴ് അവൻ കസേരയിലുണ്ട് കുഞ്ഞിനെ. ആ റുക്കോഴിനെ കുനിയുന്നതിനേക്കാളും കൂടുതൽ കൂടുതൽ കുനിയുക സുജൂദിന് വേണ്ടി. പക്ഷേ പിന്നെ സുജൂദ് ഈ രീതിയിൽ ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കുന്ന ആളാണ്. തലയേക്കാൾ മുകൾ ഭാഗത്താവുക ചന്തിക്കെട്ട്, ചന്തിക്കെട്ടിനേക്കാൾ താഴെയാവുക തല. ആ രീതിയിൽ സുജൂദ് ചെയ്യാൻ സാധിക്കുന്ന ഒരാൾ അങ്ങനെ അല്ലാതെ സുജൂദ് ചെയ്താൽ സഹിയാവുകയില്ല. ഇനി ഒരാൾ കാണാൻ സാധിക്കില്ല എന്നൊക്കെ, എന്നാൽ പിന്നെ സാധിക്കുന്ന രീതിയിൽ ചെയ്യാം, അതുകൊണ്ട് വിരോധമില്ല. പിന്നെ ഉസ്താദെ, പള്ളിയിലെ
കസേര നിസ്കാരം പറഞ്ഞല്ലോ. ഷാഫിഈ മദ്ഹബിലെ പുതിയ മദ്ഹബ് എന്നും പഴയ മദ്ഹബ് എന്നും ചില വിഷയങ്ങൾ ഉസ്താദുമാർ പറയുന്നു. എന്താണ് പുതിയത് പഴയത്? അങ്ങനല്ല. ഷാഫിഈ ഇമാമിന് രണ്ടഭിപ്രായങ്ങളുണ്ട്. പഴയ അഭിപ്രായം, പുതിയ അഭിപ്രായം, അങ്ങനെ രണ്ടഭിപ്രായങ്ങളുണ്ട്. അത് രണ്ടും എതിരായാൽ പുതിയ അഭിപ്രായമാണ് സ്വീകരിക്കേണ്ടത്. അതങ്ങനെ തന്നെയുള്ളൂ അല്ലേ? നമ്മൾ അങ്ങനെ തന്നെയുള്ളൂ. ഉദാഹരണം പറയാണ് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ്, ഞങ്ങൾ തന്നെ പറഞ്ഞ നമ്മൾ ഇതല്ല. പൊന്മള ഉസ്താദിന് മുഅ്ജിസത്ത് മുറിയുമോ ഇല്ല എന്ന് വെച്ചാൽ രണ്ടഭിപ്രായമുണ്ട് അല്ലേ? അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ടല്ലോ, സഖാഫി എന്നാലും പറഞ്ഞല്ലോ, ഏതാണ് മറ്റേ കിതാബ്? ഫിഖ്ഹു സുന്ന അല്ലെ? ഫിഖ്ഹു സുന്ന അല്ലെ? ഫതാവ സുന്ന അല്ലെ? ഫതാവ മുഈൻ സുന്ന. അതിൽ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ മഹാന്മാരോട് സഹായം തേടാമോ? അവർ മരിച്ചു പോയതിനു ശേഷം അവരോട് സഹായം തേടാം. കാരണം അവരുടെ മരണത്തോടു കൂടി അവരുടെ കറാമത്ത്, നബിമാരുടെ മുഅ്ജിസത്തും ഔലിയാക്കളുടെ കറാമത്തും മുറിയുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് കിസാൻ മാഹിയുമായുള്ള സംസാരത്തിൽ എന്നാ ആ പറഞ്ഞ ഹുക്മിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് നിലനിൽക്കുന്നത് വഫാത്തിന് ശേഷം നിലനിൽക്കുന്ന ഖുർആൻ മാത്രമേ ഉള്ളൂ. അപ്പൊ മൂപ്പര ഖദീമായ അഭിപ്രായമാണ് ഏത്? മൂപ്പര ഖദീമായ അഭിപ്രായം വഫാത്തിന് ശേഷവും മുഅ്ജിസത്തും കറാമത്തൊക്കെ നിലനിൽക്കുമെന്നാണ്. മൂപ്പര ജദീദായ അഭിപ്രായം മുഅ്ജിസത്ത് മുറിഞ്ഞു പോകുന്നതാണ് അല്ലേ? ലജിസാൻ മാഹിനോടുള്ള അവസാനം പറഞ്ഞത്, മറ്റേ ആദ്യം പറഞ്ഞത്. അങ്ങനെ ഖദീമും ജദീദും എതിരായാൽ ഒരാൾക്ക് രണ്ടഭിപ്രായം ആയി നിൽക്കുക. ആദ്യത്തെ അഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായം പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ അഭിപ്രായമാണ് സ്വീകരിക്കപ്പെടുക. കാരണം ആദ്യം പറഞ്ഞത് തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് രണ്ടാമത് അത് മാറ്റി പറയുക. അതൊരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ട അങ്ങനെ ചെയ്യേണ്ടതുമാണ് അല്ലേ? ആദ്യം ഒരു കാര്യം പറഞ്ഞു, അതിനെതിരെ ആൾക്ക് തെളിവ് കിട്ടി, എന്നാൽ മാറ്റി പറയണം. അത് അങ്ങനെ തന്നെ വേണ്ടത്. ഞാൻ ആദ്യം ഇങ്ങനെ പറഞ്ഞു പോയില്ലേ, ഇനിയിപ്പോ എങ്ങനെ മാറ്റി പറയാം എന്ന് വിചാരിക്കരുത്. അയാൾക്ക് സത്യം ബോധ്യപ്പെട്ട ഒരാളങ്ങനെ പറയുന്നത് വേണം. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആദ്യം ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബഗ്ദാദിൽ അദ്ദേഹം താമസിച്ചിരുന്ന കാലത്ത് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പല പിന്നെ മഹാനവറുകൾക്ക് പല തെളിവുകളും കിട്ടി, അതിന്റെ അടിസ്ഥാനത്തിൽ പല മസാലകളും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ബഹുമാനപ്പെട്ടവര് പിന്നെ മിസറിലേക്ക് പോയി. മിസറിലേക്ക് പോയപ്പോൾ മിസറിൽ വേറെ കുറെ ഹദീസുകൾ ഒക്കെ അവിടെ ഉണ്ട്, ഹദീസ് പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. അവിടെ എടുക്കുന്ന കുറെ ഹദീസുകളൊക്കെ കിട്ടി. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം പറഞ്ഞ അഭിപ്രായത്തിൽ നിന്ന് ചില വിഷയങ്ങളിൽ മാറേണ്ടി വന്നു, വേറെ അഭിപ്രായത്തിലേക്ക് എത്തിച്ചേരേണ്ടി വന്നു. അപ്പൊ അത് അങ്ങനെ ഉണ്ടാവുമല്ലോ. ആദ്യം പറയുന്ന ഇതിൽ വേറെ തെളിവ് കിട്ടുമ്പോൾ മുന്നിൽ മാറ്റി പറയണല്ലോ. അപ്പൊ ആദ്യം പറഞ്ഞതിനെ കുറിച്ച് ഖദീമായ പിന്നീട് പറഞ്ഞതിനെ കുറിച്ച് ജദീദായ അഭിപ്രായം എന്ന് പറയും. ഖദീമും ജദീദും കൂടി എതിരാകാണ് ഈ ജദീദാണ് സ്വീകരിക്കേണ്ടത്, ഖദീമല്ല. ചില മസാലകളിൽ ഒഴികെ അത് വേറെ ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാമിന്റെ സഹാബിമാരൊക്കെ അത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് ഈ ഖദീം ഉണ്ടായിരിക്കെ തന്നെ ജദീദ് ഉണ്ടായിരിക്കെ തന്നെ ഖദീം ഏതാണ് സ്വീകരിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ്. നാട്ടിലേക്ക് കുഴൽപ്പണം രൂപത്തിൽ പൈസ അയച്ചാൽ അത് ഹലാലാകുമോ? അത് ഹലാലാകുന്നതാണ് ഇപ്പോൾ കേട്ടത്. കാരണം ഇപ്പത്തെ കുഴൽപ്പണം എന്ന് പറഞ്ഞാല് വേറെ പിന്നെ ഇവിടെ ജനങ്ങളടുക്കല് ആളുകളുടെ അടുക്കുന്ന ദുർഹം വാങ്ങുന്നു. ആ ദുർഹം കൊണ്ട് നാട്ടിൽ വിറ്റാൽ കൂടുതൽ വില കിട്ടുന്ന സാധനങ്ങൾ വാങ്ങുന്നു. എന്നിട്ട് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് തന്നെ അത് നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുന്നു എന്നാണ് കേട്ടത്. അങ്ങനെയാണ് അതൊന്നും വിരോധമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. അതേസമയത്ത് അതല്ല, അതുകൊണ്ട് ഗവൺമെന്റിനൊക്കെ പറ്റിച്ചുകൊണ്ട് അല്ലെ, ഗവൺമെന്റിനെ പറ്റിക്കാതെ അതുകൊണ്ട് പിന്നെ അവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ ആ രീതിയിൽ തന്നെ പറ്റൂലെന്നുള്ളൂ. അതല്ല, ഈ രീതിയിലാണ് വിരോധമില്ല. ഇപ്പൊ ഇവിടുന്ന് സ്വർണം വാങ്ങുന്നു, ആ സ്വർണം നാട്ടിൽ ഡ്യൂട്ടിയൊക്കെ അടച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വിറ്റാൽ കൂടുതൽ വില കിട്ടും, അപ്പൊ അങ്ങനെ വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് വിരോധമില്ല. അപ്പൊ ആ രീതിയിലാണ് ഉണ്ടിക്കാരൊക്കെ ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് വിരോധമില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഇവിടെ അതായത് സൗദിയിൽ ചില പള്ളിയിൽ വുളു ചെയ്യുമ്പോൾ കാൽ കഴുകുന്ന സമയത്ത് കാലിലുള്ള സോക്സ് തടവുന്നു കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വുളു ശരിയാകുമല്ലോ? പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. വുളു സഹിയാവുകയില്ല. ഷോക്സിന്റെ മേൽ തടവുക, കാല് കഴുകുന്നതിന് പകരം
ഷോക്സിനെ തടവിയാൽ സഹിയാവുകയില്ല. പിന്നെ ഒറ്റക്ക് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ജമാഅത്ത് തുടങ്ങിയാൽ നിസ്കാരത്തിൽ നിന്ന് ഒഴിവായി ജമാഅത്തിൽ കൂടുതൽ അഫ്ലലുണ്ടോ? അവിടെ ഏറ്റവും അഫ്ലല് ശ്രദ്ധിക്കണം കേട്ടോ. ഒറ്റക്ക് ഒരാൾ ഫർദ് നിസ്കരിക്കുകയാണ്, ആ സമയത്ത് എന്ത് അവിടെ ജമാഅത്ത് നടക്കുകയാണ്. ആ ജമാഅത്ത് നടക്കുമ്പോൾ വേഗം എന്ത് ചെയ്യണ്ടോ, ഈ അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഫർദ് നിസ്കാരം സുന്നത്താക്കി മാറ്റി മറിക്കുക. ഞാനിത് സുന്നത്താക്കുകയാണെന്ന് മനസ്സിൽ കരുതുക, ഞാൻ സുന്നത്താണ്, അതാണ് അങ്ങനെ ചെയ്യാൻ ഏറ്റവും അഫ്ലല്. എന്നിട്ട് എന്ത് ചെയ്യുക, വേഗമാണ് 2 റക്അത്ത് നിസ്കരിക്കുക. ഇപ്പം ളുഹർ നിസ്കരിക്കാനാണ് നിയ്യത്ത് വെച്ചിരുന്നില്ലേ, ആയിക്കോട്ടെ. പിന്നെ അങ്ങനെ അവൻ അത് സുന്നത്ത് ആക്കുക. എന്നിട്ട് അവൻ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആ ജമാഅത്തിൽ പോയി തുടരുക. ഇങ്ങനെ ചെയ്യാണ് ഏറ്റവും നല്ലത്. പിന്നെ വഫാത്തിന്റെ ശേഷം മുഅ്ജിസത്ത് മുറിയും എന്ന് പൊന്മള തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അത് സമ്മതിപ്പിച്ചു ഉസ്താദ് കേട്ടെന്നായിരുന്നു. എന്താണ് മനസ്സിലായില്ല. ഞാനൊരു ഉദാഹരണത്തിന് പൊന്മളം വരെ പറഞ്ഞിട്ട് അത് നമ്മുടെ വിഷയമല്ലാന്ന് ഇവിടെ ചോദ്യം വന്നപ്പോഴേ ഷാഫിമാൻ 2 അഭിപ്രായം അവസാനത്തെ അഭിപ്രായം സ്വീകരിക്കാന്ന് അറിഞ്ഞില്ലേ, അതിന് ഉദാഹരണം പറഞ്ഞത് ഞാൻ എന്താണ്, വഫാത്തിന്റെ ശേഷം മുഅ്ജിസത്ത് മുറിയും എന്ന് പൊന്മള തന്നെ വിശദീകരിച്ചിട്ട്. മുഅ്ജിസത്ത് മുറിയുന്നോ? വഫാത്തിന് ശേഷം മുഅ്ജിസത്ത് മുറിയും. അതെന്താണ് അതിപ്പോ നമ്മൾ കേട്ടിട്ടുണ്ട്, വഫാത്തോട് മുഅ്ജിസത്ത് മുറിയും. അത് സമ്മതിച്ചു, അത് വിശദീകരിച്ചിട്ടുണ്ട്. അത് സംഘടിപ്പിച്ച് ഉസ്താദ് കേട്ടാൽ നന്നായിരുന്നു, തെറ്റിദ്ധാരണ തീരും. മനസ്സിലായിട്ട് നിങ്ങൾക്ക് എന്താണല്ലോ പറഞ്ഞത്? വഫാത്തിന്റെ ശേഷം മുഅ്ജിസത്ത് മുറിയും എന്ന അദ്ദേഹം ജഷാൻ മാഹിയോട് പറഞ്ഞ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ അതുപോലെ പല പ്രാവശ്യം പ്ലേ ചെയ്യുന്നല്ല നമ്മൾ കേട്ടിട്ടുണ്ട്. മുറിയില്ല എന്നില്ലേ, അത് ശരി. മുറിയില്ല എന്നപ്പോ മുപ്പര് പറഞ്ഞത് എപ്പോഴാ? ഈ ജിഷാൻ മാഹിനോട് പറഞ്ഞതിന് മുമ്പാ ശേഷാ പറഞ്ഞത്? അതാണ് ഇവിടെ വിഷയായി. ജിഷാൻ മാഹിയോട് മുറി എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുമ്പാണ് നിൽക്കുക. അതിന് മുമ്പ് ഞാൻ 100 വർഷം പറഞ്ഞ കാര്യമില്ല. ജിഷാൻ മാഹിയോട് മുറി എന്ന് പറഞ്ഞില്ല, അതോടുകൂടി അത് ബാത്തിലായി. ഇപ്പൊ മുമ്പ് പറഞ്ഞ ബാത്തിലായി. ശേഷാണോ? എന്നാ ശരിയാണ്. അപ്പൊ ആദ്യം മുമ്പ് മുറിയിലാന്ന് പറഞ്ഞു അല്ലേ? ആദ്യം മുമ്പ് മുറിയിലാന്ന് ഊപ്പിരാന്മാരോട് പറഞ്ഞു, പിന്നെ വീണ്ടും ആദ്യത്തിന് മടിക്കുക എന്നറിയില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി മൂപ്പർക്ക് കദീമായ കൗലും പിന്നെ ജദീദായ കൗലും കഴിഞ്ഞ് അതിനും കൂടി ഇടയുള്ള അതിനെന്താ പറയാ, ആ കൗലിനെന്താ പറയാ? കദീമായ കൗലുണ്ട്, ജദീദായ കൗലുണ്ട്. രണ്ടിനും കൂടി ഇടയില് മാബൈനൽ കദീമി വൽ ജദീദിന്നോ മാബൈനൽ നെഹ്റൈനെ കണ്ടതല്ലേ? മാബൈനൽ നെഹ്റൈനി. അത് പോട്ടെ, അത് വിഷയമല്ല. അപ്പൊ നമ്മള് ചർച്ച ചെയ്യുന്ന വിഷയമല്ല. അപ്പൊ ഒരു ഉദാഹരണം അതിന്റെ ഇടയ്ക്കൂടെ പറഞ്ഞേ ഉള്ളൂ. ഷാഫി മദ്ഹബുകാരനായ ഞാൻ മറ്റു മദ്ഹബുകാരെ എങ്ങനെ തുടർന്ന് നിസ്കരിക്കും? ഷാഫി മദ്ഹബുകാരനായ നിങ്ങൾക്ക് ഏത് മദ്ഹബുകാരൻ തുടർന്ന് നിസ്കരിക്കാം. അയാളുടെ നിസ്കാരം സഹിയായാൽ മതി. ഷാഫി മദ്ഹബുകാരനായ നിങ്ങൾക്ക് ഹംബലി മദ്ഹബുകാരനെയോ മാലിക്കി മദ്ഹബുകാരനെയോ പിന്നെ ഹനഫി മദ്ഹബുകാരൻ ആരും തുറന്ന് നിസ്കരിക്കാം നിങ്ങൾക്ക്. പക്ഷെ അയാളുടെ നിസ്കാരം നിങ്ങളുടെ നിഗമനം അനുസരിച്ച് നിങ്ങളുടെ മദ്ഹബ് പ്രകാരം അയാളുടെ നിസ്കാരം സഹിയാവണം, ബാത്തിലായ നിസ്കാരമാകരുത്. അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമില്ല. അതിപ്പോ ഇനി അയാൾക്ക് മാത്രം നിങ്ങൾ തുടരുന്നത് ഷാഫി മദ്ഹബുകാരനായ ആളെ നിങ്ങൾക്ക് നല്ല കണ്ടനാണല്ലോ അല്ലേ? നിങ്ങൾ തുടരുന്നത് നിങ്ങൾ ഷാഫി മദ്ഹബുകാരനാണ്, നിങ്ങളുടെ ഇമാമും ഷാഫി മദ്ഹബുകാരനാണ്. പക്ഷെ നിങ്ങളുടെ ഇമാം നിസ്കാരം ബാത്തിലാണെങ്കിലോ തുടരാൻ പറ്റുമോ? പറ്റൂല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് മറ്റതും. മറ്റേ മദ്ഹബുമായ ഇമാം തുടരുമ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. കടൽ വെള്ളം തുഹൂർ ആണോ?
അത്യാവശ്യ സമയത്ത് ഒതു എടുക്കാം. അത്യാവശ്യത്തിന് മാത്രമല്ല, എപ്പോഴും ഒതു ചെയ്യാം. കടൽ വെള്ളം തൊഹൂറാണ്. അത്യാവശ്യം എന്ന് മാത്രമല്ല, എപ്പോഴും ഒതു ചെയ്യാവുന്നതാണ് കടൽ വെള്ളം കൊണ്ട്. സുന്നത്ത് നിസ്കരിക്കുന്നവനോട് ഫർള് നിസ്കരിക്കുന്നവൻ തുടരാമോ? ചില ആളുകൾ കൈകൊണ്ട് ആംഗ്യം കാണിക്കും, അത് ശരിയാണോ? സുന്നത്ത് നിസ്കരിക്കുന്നവനോട് ഫർള് നിസ്കരിക്കുന്നവൻ തുടർന്ന് നിസ്കരിക്കാം, അതൊന്നും വിരോധമൊന്നുമില്ല. സുന്നത്ത് നിസ്കരിക്കുന്നവനോട് ഫർള് നിസ്കരിക്കുന്നവൻ തുടർന്ന് നിസ്കരിക്കാം, അത് ഖിലാഫുൽ ഔലയാണ്. അത് നല്ലതല്ല, നല്ലത് എല്ലാമാണ്. ഈ ജമാഅത്തിന്റെ കൂലി കിട്ടുന്നുണ്ട്, അങ്ങനെയുണ്ട്. അത് പിന്നെ 2-1 ജമാഅത്ത് ശറഅക്കപ്പെട്ടതാണ് നിൽക്കുക. എന്നാൽ തുറന്നാല് തുടച്ച സഹിയാകും, നിസ്കാരം സഹിയാകും, മാത്രമല്ല ജമാഅത്തിന്റെ കൂലി കിട്ടുന്ന. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ പിന്നെ തറാബീഹ് നിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് പിന്നെ ഇശ നിസ്കരിക്കാൻ നിൽക്കുക, എന്നാലോ നമസ്കാരം സഹിയാകും, ജമാഅത്തിന്റെ കൂലി കിട്ടുന്ന. കാരണം എന്താണ്? അവിടെ തറാബീഹ് നിസ്കാരം ജമാഅത്ത് ശറഅക്കപ്പെട്ട നിസ്കാരമാണ്, അല്ലേ? ഇശ നിസ്കാരവും തന്നെയാണ്. രണ്ടും അവിടെ പിന്നെ ജമാഅത്ത് ശറഅക്കപ്പെട്ട നിസ്കാരമാണ്. അപ്പൊ ജമാഅത്ത് ശറഅക്കപ്പെട്ട നിസ്കാരം ആണ് ഒന്ന് ഫർള് ഒന്ന് സുന്നത്താണ് നിൽക്കുക. എന്നാൽ ആ തുടച്ച സഹിയാകും മാത്രമല്ല, ജമാഅത്തിന് കൂലി കിട്ടുകയും ചെയ്യുമെന്ന് നമ്മുടെ ഇമാമിങ്ങളിൽ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കടൽ വെള്ളം പുളിരുചിയല്ലേ, അതുകൊണ്ട് പറ്റുമോ? അങ്ങനെ കണക്കുണ്ട. പുളിരുചി ഇല്ലാത്ത വെള്ളം കൊണ്ടൊന്നും ഉണ്ടാക്കിയ സഹിയാവുള്ളൂ, അങ്ങനെ ചെല്ലേ പിന്നെ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എന്തിന്റെ രുചിയായിക്കോട്ടെ. കടൽ വെള്ളം തൊഹൂറാണ്. മണവും രുചിയും അതല്ലേ? അത് ആ വെള്ളത്തിന്റെ രുചി മണം തന്നെ അതാണ്, അങ്ങനെ തന്നെയാണ്. അതല്ല, അതിൽ ആ വെള്ളത്തോട് മറ്റൊരു വസ്തു ചേർന്നു, ആ വെള്ളത്തിലില്ലാത്ത മറ്റൊരു വസ്തു ചേർന്നു. അങ്ങനെ എന്ത് ചെയ്ത് ആ വെള്ളത്തിന്റെ രുചി പിന്നെ മാറി, ആ വസ്തുവിന്റെ രുചിയായി മാറി. അപ്പൊ അതുകൊണ്ടാണ് കുഴപ്പമുള്ളത്. അതല്ലാതെ കടൽ വെള്ളത്തിന്റെ രുചി ആ വെള്ളം അതിന്റെ ആ രുചി തന്നെ, ആ ഉപ്പു രുചി തന്നെയാണ് അതിന്റെ രുചി. ഇതെല്ലാം നിങ്ങൾ ചെയ്യണ്ട, അല്ലാതെ അല്ലേ? അള്ളാഹു റസൂല് പറഞ്ഞൊരു വിഷയം നമ്മൾ നിങ്ങൾ പറഞ്ഞു ഉപ്പ് രുചിയല്ല, അങ്ങനെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട വിഷയം കഴിഞ്ഞില്ലേ? അതിന് മസാല അത്യാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. മുടി വളർത്തുന്നത് പരിധി ഉണ്ടോ? മുടി വളർത്തുന്നതിന് സുന്നത്ത് എന്ന് പറഞ്ഞാൽ പിരടി അപ്പുറത്തേക്ക് പോരിക്കലാണ്. സുന്നത്ത് നിസ്കരിക്കുന്നതിനോട് പറഞ്ഞല്ലോ. ശാഫിഈ മദ്ഹബിൽ ബിസ്മി നിർബന്ധം അല്ലേ? പിന്നെ എങ്ങനെ ബിസ്മി ഓതാത്തവനെ തുടരും? ബിസ്മി ഓതിട്ട് അങ്ങനെ അവ തൊട്ടാൻ പറ്റൂലേ? ഇമാമ് ബിസ്മി ഓതിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ ആ ഇമാമിനെ തൊട്ടാൻ പറ്റൂല. ഇമാമേ ബിസ്മി പതുക്കനെ ഓതിട്ടില്ല, ഉറക്കി ഒന്നും ഓതിട്ടില്ല, ഉറപ്പാണ് ആ കാര്യം. എന്നാൽ ആ ഇമാമിനെ തൊട്ടാൻ പറ്റൂല. പിന്നെ ആ ഇമാമിനെ തൊട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പിന്നെ ആ മദ്ഹബ് ഇവനും തഖ്ലീദ് ചെയ്യണം, എന്നാ പറ്റും. ആ ഇമാമിന്റെ ബിസ്മി ഓതൽ നിർബന്ധമില്ല എന്ന മദ്ഹബ് ഈ തുടരുന്ന ആളും തഖ്ലീദ് ചെയ്തു, എന്നാ പറ്റും, അല്ലെങ്കിൽ പറ്റൂല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വീട് പണി പൂർത്തിയാവാനും അതിന്റെ കടം വീടാനും ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫضل കൊണ്ട് നിങ്ങളുടെ വീട് പണിയൊക്കെ വേഗം പൂർത്തിയാക്കി തരട്ടെ. അല്ലാഹു തആല കടങ്ങളൊക്കെ വേഗം വീട്ടി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ ഇങ്ങോട്ട് ഒരുപാട് പിന്നുണ്ടല്ലോ അല്ലേ? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ വക ബുദ്ധിമുട്ടുകളും തീർത്തു തരട്ടെ. അള്ളാഹു ശാരീരികമായും മാനസികമായും അള്ളാഹു സുഖം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ സലാത്ത് നഗർ ഉടമസ്ഥ
വ്യക്തതയിൽ ഉള്ള സ്ഥലം അനുവദിച്ചു കൊടുത്തതാണ് ഹിന്ദു ഐക്യവേദി പരിപാടിക്ക്. ഉസ്താദെ വിഗ് വെക്കുന്നത് ഹറാമാണെന്ന് സിംസാറിന് ഹത്ത് ഹുദൈ പറയുന്നത് ശരിയാണ്. പഠിച്ചോനെ, അദ്ദേഹം ഹറാമാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. വിഗ് വെക്കലേ ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമിയങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വിഗ് പിന്നെന്താണ് പറയാ, വിഗിന്റെ അത് തൊപ്പിയാണല്ലോ, വിഗിന് ഒരു തൊപ്പിയാണ്. അതിൽ ഉള്ള മുടി ഉണ്ടല്ലോ, ആ മുടി മനുഷ്യന്റെ മുടിയാണ് നിൽക്കുന്നത്, വെക്കാൻ പാടില്ല, ഹറാമാണ്. അത് ഇവന്റെ മുടിയാവട്ടെ, ഇനി വേറെ ആളെ മുടിയാവട്ടെ, ഇവന്റെ മുടിയൊക്കെ അങ്ങനെ കൊഴിയുന്നത് മറ്റേ കറണൊക്കെ അങ്ങനെ എടുത്തുവെച്ച് അങ്ങനത്തെ ഒരു വിഗിന്റെ ആ തൊപ്പിന്റെ മേലെ അതൊക്കെ ഫിറ്റ് ചെയ്ത് എന്നാലും പറ്റില്ല. കാരണം എന്താണ്, അത് മനുഷ്യന്റെ അവന്റെ സ്വന്തം മുടിയാവട്ടെ മറ്റുള്ളവരുടെ മുടിയാവട്ടെ മനുഷ്യന്റെ ശരീരത്തിന് പിരിഞ്ഞു പോയതിന് ഹുർമത്തുണ്ട്. അത് പിന്നെ അങ്ങനെ ഇനി കളിക്കാൻ പറ്റൂല. അത് കുഴിച്ചാൽ സുന്നത്താണ്. അതാണ് എന്റെ കണക്ക്. ആ മനുഷ്യന്റെ മുടി ആണെയും പറ്റുകയില്ല. അതുപോലെ നെജസായ മുടി ആണെയും പറ്റൂല. നെജസായ മുടി ഉണ്ടാവുമല്ലോ, അത് പറ്റൂല. ഇനി മനുഷ്യന്റെ മുടിയല്ല, നെജസായ മുടിയല്ല, താഹിറായ മുടിയാണ്, അതല്ലെങ്കിൽ മുടിയല്ല, വേറെന്തെങ്കിലും സാധനങ്ങളൊക്കെ നിൽക്കുക, എന്നാൽ അതുകൊണ്ട് വിരോധമില്ല എന്നാണ് തുഹഫ പോലെയുള്ള കിതാബുകളിൽ പറഞ്ഞത്. അങ്ങനെയാണ്. പിന്നെ വാസിലത്തും മുസ്തവസിലത്തും അതാണ് എനിക്കല്ല, അത് മുടി നീളം കൂടാൻ വേണ്ടി, അത് വിഗിനെ കുറിച്ചല്ല അതുള്ളത്. അതൊരു പെണ്ണിന്റെ മുടി വളരെ നീളം കുറവാണ്. അപ്പോ അവൾ എന്ത് ചെയ്യാ, വേറെ മുടി വാങ്ങിക്കൊണ്ട് അതിന്മേൽ വെച്ച് വെട്ടുക. എന്താ അവിടെ മുടി നീളമുള്ള മുടിയാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി. അതാണ് വാസിലത്ത് പറഞ്ഞാൽ. ഇതല്ല, അതിനകത്ത് നമ്മൾ വ്യത്യാസം ഉണ്ട്. വാസിലത്തും മുസ്തവസിലത്തിന് ലാൻസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇതാണ് വേറെ മുടി വാങ്ങിക്കൊണ്ട് ഒരു പെണ്ണ് അവളുടെ നീളമില്ലാത്ത മുടി നീളമുള്ള മുടിയാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ചെയ്യുക. അതാണ് പാടില്ലാത്തത്. നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ ചില വിരൽ അനക്കൊന്നും കണ്ടിട്ടുണ്ട്. അത് നിസ്കാരം ബാത്തിലാകുമോ? പിന്നെ അത് ബാത്തിലാവുകയില്ല. എന്ന് മാത്രമല്ല, മാലിക്കി മദ്ഹബിലൊക്കെ അങ്ങനെ വിരൽ അനക്കലാണ് സുന്നത്തുന്നാണ്. ഇനി നമ്മുടെ മദ്ഹബ് സുന്നത്ത്, എന്നാലും അതുകൊണ്ടൊന്നും നിസ്കാരം ബാത്തിലാവില്ല. ഒരു വിരല് മാത്രം ഇങ്ങനെ അനക്കി നിൽക്കുക, അതൊന്നും മൂന്നല്ല എത്ര വാശാലും നിസ്കാരം ബാത്തിലാവുകയില്ല. നിസ്കാരം ബാത്തിലാകും. കയ്യിൽ മുംബൈ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതോടുകൂടി ആ മുംബൈ അവിടെ അനക്കാതെ അവന്റെ വിരല് മാത്രം ഇങ്ങനെ അനക്കാണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. പിന്നെ വീട് പണി തുടങ്ങിയിട്ട് 6 വർഷമായി ഉസ്താദ് ചെയ്യണേ പഠിച്ചോൻ. 6 വർഷമായിട്ടും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അള്ളാഹു സുബ്ഹാനഹു വേഗം പൂർത്തിയാക്കി തരട്ടെ. അത് പൂർത്തിയാക്കാനുള്ള ഹലാലായ സമ്പത്ത് അള്ളാഹു തആല എത്രയും വേഗം നിങ്ങൾക്ക് നൽകി ആ വീട് പണി വേഗം പൂർത്തിയാക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നിങ്ങളെ സഹായിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഉസ്താദെ, വാസ്ലൈൻ തേച്ചതിന് ശേഷം വുളു എടുത്താൽ ശരിയാകുമോ? വാസ്ലൈൻ തേക്കാന്ന് പറഞ്ഞേ ആ തേച്ച സാധനം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. സാധാരണ നമ്മുടെ എണ്ണ പോലെയുള്ള കട്ടി കുറഞ്ഞ സാധനമൊക്കെയാണ് ശരിയാവും. അതേ സമയത്ത് നല്ല കട്ടിയുള്ള നല്ല കുഴമ്പൊക്കെ ഉണ്ടാവില്ല അല്ലെ, നല്ല ഇതൊക്കെ ഉണ്ട്. അതുപോലെയുള്ള നല്ല കട്ടിയുള്ള എന്ന് വെച്ചാൽ അതിന്റെ കട്ടി കാരണം വെള്ളം തൊലിയിലേക്കാൻ ചേരൂല, അങ്ങനത്തെ സാധനം നിൽക്കുക. എന്നാല് പിന്നെ വലിയ സഹിയാവുകയും ചെയ്യൂല. സാധാരണ വാസ്ലൈൻ ഇല്ലേ, അതൊക്കെ കട്ടി കുറഞ്ഞതാണ്. അതുകൊണ്ടൊക്കെ അത് തേച്ചതിന് ശേഷം വുളു ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല, വെള്ളം ചേരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഉസ്താദ്, എന്റെ ഭാര്യ ഗർഭിണിയാണ്. സുഖപ്രസവത്തിന് വേണ്ടി സ്വാലിഹായ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യയുടെ പ്രസവമൊക്കെ സുഖാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രസവത്തിൽ നിങ്ങൾക്ക് സ്വാലിഹായ ദീൻ കുടുംബത്തിന് ഉപകരിക്കുന്ന നല്ല സന്താനത്തെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ വാസ്ലൈനാണെങ്കിൽ പ്രശ്നമില്ല, കുഴപ്പമില്ല. പിന്നെ
ഇസ്ലാമിക ഇന്ന് ഇമാനോട് കൂടി മഗ്‌രിബ് നിസ്കരിക്കുമ്പോൾ റുകൂഇൽ പോയപ്പോൾ എനിക്ക് സംശയം ഫാത്തിഹ ഓതിയോ എന്ന്. ഇനി എന്ത് ചെയ്യണം? ഫാത്തിഹ നിസ്കാരം സലാം വീട്ടി കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾക്ക് ആ സംശയം എങ്കിൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സലാം വീട്ടി കഴിഞ്ഞ് എന്ത് നിസ്കാരത്തിന് സലാമൊക്കെ കൂട്ടി എന്നിട്ട് ആ സംശയം ഞാൻ ഫാത്തിഹ ഒരു റക്അത്തിൽ ഫാത്തിഹ ഓതിക്കണോ ഇല്ലേ, എന്നാൽ നിങ്ങൾ ഫാത്തിഹ ഓതിയിരിക്കുന്നു, നിങ്ങളുടെ നിസ്കാരം സഹിയായിരിക്കുന്നു എന്നാണ്. നേരെ പറ്റി സലാം വീട്ടുന്നതിന്റെ ഇടയിൽ മുമ്പ് ഞാൻ സംശയിച്ചു ഞാനിപ്പോ കഴിഞ്ഞ റക്അത്തിൽ ഫാത്തിഹ ഓതിയോ ഇല്ലയെന്ന്. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു റക്അത്തിൽ നിസ്കരിക്കാൻ നിർബന്ധമാണ്. കഴിഞ്ഞ റക്അത്തിൽ ഞാൻ ഫാത്തിഹ ഓതിയോ ഇല്ലെന്ന് സംശയമാണ്. അപ്പൊ നിങ്ങൾ വേഗം എഴുന്നേറ്റ് നിൽക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു ഫാത്തിഹ ഓതിയാൽ മാത്രം പോരാ, പിന്നെ റുക്കൂഉം സുജൂദൊക്കെ മറ്റൊക്കെ ചെയ്യുമാണ്, അത് നിർബന്ധമാണ്. അപ്പൊ സലാം വീട്ടുന്നതിന് മുമ്പാണ് ഫാത്തിഹയുടെ കാര്യത്തിൽ സംശയമെങ്കിൽ നിങ്ങൾ വേഗം എഴുന്നേറ്റ് നിന്ന് ഫാത്തിഹയും റുക്കൂഉം ഇഅ്തിദാലും സുജൂദൊക്കെ ചെയ്ത് അങ്ങനെ റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക. സലാം വീട്ടി കഴിഞ്ഞ ശേഷമാണ് സംശയമെങ്കിലോ ആ സംശയത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല, നിങ്ങളുടെ നിസ്കാരം സഹിയായിരിക്കുന്നു എന്നാണ് വെക്കേണ്ടത്. പിന്നെ ഇതിപ്പോ കുറെ PM ഉണ്ട്. ഇപ്പോ ഇനി എപ്പോഴും കഴിയാ? കടലിലെ വെള്ളം കൊണ്ട് വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും ശുദ്ധിയാക്കാന്ന്. കടലിലെ വെള്ളം തൊഹൂറായ വെള്ളമാണ്, അതുകൊണ്ട് വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും ഒക്കെ ശുദ്ധിയാക്കാം, അതൊന്നും വിരോധമില്ല, തൊഹൂറായ വെള്ളമാണ്. പിന്നെ അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഉപ്പാക്ക് സുഖമില്ല, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് നമ്മുടെ ഏകാന്തപുരം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ലായ ഫضل കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ തന്നെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റ് അല്ലാഹുവിന്റെ ദാസന്മാരുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ ഏകാന്തപുരത്തിന്റെ ഉപ്പാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. പൂർണ്ണ ശിഫയും സിഹത്തും ആഫിയത്തും ആഫിയത്തോടു കൂടി ദീർഘായുസ്സും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ ഉസ്താദ് ഫാമിലി വിസയുമായി ബന്ധപ്പെട്ട് നാളെ പോകുന്നുണ്ട്, എല്ലാം ശരിയാവാൻ ദുആ ചെയ്യണം. ഉസ്താദ് ഫാമിലി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ശരിയാക്കി തരട്ടെ. ആ വിസ സംബന്ധമായ എല്ലാ വിഷയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരട്ടെ. അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി സാലിഹായ കുഞ്ഞിന് ജോലി ലഭിക്കാനും അല്ലാഹു സുബ്ഹാനഹു ഭാര്യന്റെ പ്രസവം സുഖമാക്കി തരട്ടെ. സാലിഹായ കുഞ്ഞിനെ നൽകട്ടെ. ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്ന കുട്ടിയെ പ്രശ്നം തരട്ടെ. നിങ്ങളുടെ ജോലിയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഖൈറും ബർക്കത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. നല്ല തൃപ്തികരമായ റാഹത്തുള്ള നല്ല ജോലി അല്ലാഹു നൽകട്ടെ. അതിൽ അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഹിജാദഗല്ല എന്താണ്? ആണും പെണ്ണും അല്ലാത്ത പറ്റിയുള്ള ഇസ്ലാമിക വിധി എന്താ മനസ്സിലായില്ല. ഹുൻസന്റെ ശരി, ഇസ്ലാമിക വിധി എന്താണ് നിങ്ങളാ ചോദിക്കണേ? ഹുൻസന്റെ എന്താണ് പറച്ചില്? ഹിജാദ് ഹിജാഡ എന്ന പറച്ചില് നപുംസക എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? അതൊക്കെ നമ്മൾക്ക് എത്ര പേരുള്ളൂ. ഹുൻസ മലയാളത്തിൽ നപുംസക എന്നൊക്കെ പറയാറുണ്ട്. അത് എന്താണ് അതിന്റെ വിധി എന്താണെന്ന് വെച്ചാൽ വിധി എന്താ ചോദിച്ചതിന് മനസ്സിലായില്ല. ഹിജതകല്ല അങ്ങനെ പറയാറുണ്ടല്ലേ? അതിന്റെ ആണും അല്ലാത്തതിന്റെ വിധി എന്താണെന്ന് ചോദിച്ചാൽ എന്താ ചോദ്യത്തിന്റെ അർത്ഥം? ഞാൻ ഇനി അവിടെ പിന്നെ ഹുൻസന്റെ വിഷയത്തിലേ ആണും പങ്കാളില്ലാത്ത ആളുടെ വിഷയത്തില് സൂക്ഷ്മത പാലിക്കണം എന്നാണ് നിയമം. സൂക്ഷ്മത പാലിക്കുക എന്ന് പറഞ്ഞാല്
പിന്നെ പുരുഷൻ മൗമൂമൊക്കെ പുരുഷന്മാരാണ്. എന്നാ പിന്നെ ആ ഹുൻസ എന്ത് ചെയ്യാൻ പുരുഷന്മാരുടെ പിന്നെ ഇമാമാവാൻ പാടില്ല, ആവാൻ പറ്റുകയില്ല. നേരെ മറിച്ച് ഹുൻസക്ക് എന്ത് ചെയ്യാം, സ്ത്രീകളുടെ ഇമാമാവാം. ഹുൻസക്ക് സ്ത്രീകളുടെ ഇമാമാവാം. സ്ത്രീന്റെ ഇമാവ് സ്ത്രീയും ആവാം, ഹുൻസിയും ആവാം, പുരുഷനും ആവാണ്. സ്ത്രീന്റെ ഇമാമേ, സ്ത്രീക്ക് സ്ത്രീ ഇമാമത്ത് നിൽക്കാം, ഹുൻസക്കും ഇമാമത്ത് നിൽക്കാം. ഹുൻസ ഇമാമ നിൽക്കാം, പുരുഷനും ഇമാമ നിൽക്കാം. ഹുൻസക്ക് ഇമാമാവാൻ പറ്റുമോ? പറ്റൂലെന്നാ അല്ലേ? അതിനെന്താ കാരണം വെച്ചണ്ട, ഒരു 2 ഹുൻസകളുണ്ട്. അതിൽ കാരണം ഞാൻ ഇമാമത്ത് നിൽക്കുന്ന ഹുൻസ ശരിക്കും പെണ്ണാണെങ്കിലോ, ഈ മൗമൂമ് ആണുമാണെങ്കിൽ അപസ്കാരം ചെയ്യാവൂല്ലല്ലോ, അപ്പൊ അത് പറ്റൂല. ഇനി പിന്നെ ഒരു ഹുൻസയാണ്. ആ ഹുൻസനെ ഓളെ കാണുമ്പോ ഏകദേശം പെണ്ണിന്റെ മോഡലൊക്കെ ഉണ്ട്. വേറെ പെണ്ണ് തൊട്ടാ പോലും മുറിയും. കാരണം അവിടെ അത്ര ആ വിഷയത്തിൽ അവിടെ ആ ഹുൻസനെ പുരുഷനായിട്ടാണ് പരിഗണിക്കേണ്ടത്. ഇനി ഒരു പുരുഷന്റെ രൂപത്തിലാണ് പുരുഷൻ ഇതുള്ളത്. ആര് അല്ലെ? പുരുഷനോട് കൂടുതൽ സാമ്യതയാണ് ഹുൻസ ഉള്ളത്. അവനെ ഒരു പുരുഷൻ തൊട്ട് നിൽക്കുന്നാലോ ആ പുരുഷന്റെ രൂപം മുറിയും. അവിടെ സ്ത്രീ ആയിട്ടാണ് അവൾ പഠിക്കുക. അതായത് സൂക്ഷ്മത, ആ വിഷയത്തിലൊക്കെ സൂക്ഷ്മതയാണ് പാലിക്കേണ്ടതെന്ന് അർത്ഥം. പുരുഷനും കൂടി ഒന്നിച്ച് ഒരു റൂമിൽ ഇരിക്കല്ലേ, ഒരു റൂമിൽ ഇരിക്കുക, ഒരു പുരുഷനും കൂടി ഹൽവത്ത് അനുവദനീയമാണ്. അതേ സമയത്ത് ഒരു അന്യ പെണ്ണും ഒരു അന്യ ആണും കൂടിയും ഒരു ഹൽവത്ത് പാടുണ്ട, ഇല്ല, ഒറ്റക്ക് ഒരു റൂമിൽ ഇരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഹുൻസ ആണെങ്കിലും പറ്റുകയില്ല. അപ്പൊ അത്തരം വിഷയങ്ങളിലൊക്കെ ഏറ്റവും സൂക്ഷ്മത പാലിക്കുകയാണ് വേണ്ടത്. അതപ്പോ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ല എന്താ അതിന്റെ വിധി എന്താണെന്നുള്ളത് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ശുദ്ധീകരിക്കാതെ ഉണക്കിയ മീനിന്റെ തിന്നാമോ? മീനെ ത്വാഹിറാണ് എന്ത് ശുദ്ധീകരിക്കണേ? മീനെ അല്ലേ, മനുഷ്യനും ജറാദും മീനും അതിന്റെ ശവമൊക്കെ ത്വാഹിറാണ്. ശവം ത്വാഹിറായ 3 വസ്തുക്കളാണുള്ളത്. ചത്താലും ത്വാഹിറാണ്. അത് മനുഷ്യനും മീനും ജറാദുവാ. അപ്പൊ പിന്നെ മീൻ ഉണങ്ങിയ മീനാണ്, അതിന് ശുദ്ധീകരിക്കണം വേണ്ട, എന്നാ തന്നെ തിന്നുകയാ. പിന്നെ അപ്പൊ ഇനി ഇൻഷാ അല്ലാഹ് ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതും അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഇനി PM ഉണ്ട്, ഇല്ലേ എപ്പോഴാണ് കഴിയാ? ഖിബ്ലക്ക് കാൽ നീട്ടി കിടന്നുറങ്ങാമോ? കിടന്നുറങ്ങാൻ വിരോധമില്ല എന്നാ. ഇത് മാത്രമല്ല, അങ്ങനെ ആ ഉറങ്ങാൻ കിടക്കൽ സുന്നത്തായ രൂപങ്ങളിൽപ്പെട്ട രൂപമാണത്. ഏത്? ഖിബ്ലന്റെ ഭാഗത്തേക്ക് കാൽ നീട്ടിക്കൊണ്ട് തല കിഴക്ക് ഭാഗത്തേക്ക് വെച്ചുകൊണ്ട് മലർന്നു കിടക്കുക. എന്നിട്ട് തലയുടെ താഴ്ഭാഗത്ത് വന്ന് തലയണയൊക്കെ വെച്ചിട്ട് മുഖം ഉയർത്തുക. അപ്പൊ അവന്റെ കാല് കൊണ്ടും അതുപോലെ അവന്റെ മുഖം കൊണ്ട് ഖിബ്ലയിലേക്ക് മുന്നിടൽ വരും. അപ്പോ അത് അങ്ങനെ കിടക്കാന്ന് മാത്രമല്ല, കിടക്കൽ സുന്നത്തായ പല രൂപങ്ങൾ ഉണ്ടല്ലോ, ആ രൂപത്തിൽപ്പെട്ട രൂപവും കൂടിയാണത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഇപ്പോൾ ഉള്ള ജോലി തീരാറായി, എല്ലാവർക്കും പേപ്പർ കിട്ടി തുടങ്ങി. ഞാൻ പുതിയ ഒരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ നല്ലൊരു ജോലി നിങ്ങൾക്ക് എത്രയും വേഗം ശരിയാക്കി തരട്ടെ. നിങ്ങൾ ചെയ്യുന്ന ജോലിയാണ് ഖൈറെങ്കിൽ അതിൽ നിങ്ങൾ അല്ലാഹു ഉറപ്പിച്ചു നിർത്തട്ടെ. അതല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു ഖൈറായ ജോലി അല്ലാഹു എത്രയും വേഗം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും അതിൽ അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെയും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇത് അല്ലാഹുവിന്റെ ദീനിലുള്ള ഒരു വലിയ ഖിദ്മത്തായി അല്ലാഹു സ്വീകരിക്കുകയും ഇതിന് വലിയ സവാബ് പറഞ്ഞ് എനിക്കും ചോദിച്ചവർക്കും കേട്ടവർക്കും ഒക്കെ അല്ലാഹു പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, സ്നേഹിതന്മാർ, നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി